സ്തുതിക്കുന്ന കർത്താവേ. ഹല്ലേലൂയ. ഞങ്ങളുടെ സ്തുതികൾ, ഞങ്ങളുടെ സ്തോത്രമൊക്കെ കർത്താവേ അങ്ങക്ക് പ്രസാദകരമായിരിക്കണേ കർത്താവേ. ജീസസ്. സ്തുതിച്ചിടുവിൻ കീർത്തനങ്ങൾ ദേവനു പാടിടുവിൻ. സ്തുതിയുചിതം മനോഹരവും നല്ലതുമെന്നറിവിൻ. സ്തുതിച്ചിടുവിൻ കീർത്തനങ്ങൾ ദേവനു പാടിടുവിൻ. സ്തുതിയുചിതം മനോഹരവും നല്ലതുമെന്നറിവിൻ. ദേവാദിദേവനി പാരിൽ വന്നു, പാപിയെ തേടി വന്നു. വല്ലഭനായി മരിച്ചുയർന്നു, ജീവിക്കുന്നു നമുക്കായി. വല്ലഭനായി മരിച്ചുയർന്നു, ജീവിക്കുന്നു നമുക്കായി. തിരുകരങ്ങൾ നിരത്തി വച്ചു, താരകങ്ങൾ ഗഗനേ. ഒരുക്കിയവൻ നമുക്കു രക്ഷ മാർഗമതിനു മുന്നമേ. തിരുകരങ്ങൾ നിരത്തി വച്ചു, താരകങ്ങൾ ഗഗനേ. ഒരുക്കിയവൻ നമുക്കു രക്ഷ മാർഗമതിനു മുന്നേ. ദേവാദിദേവനി പാരിൽ വന്നു, പാപിയെ തേടി വന്നു. വല്ലഭനായി മരിച്ചുയർന്നു, ജീവിക്കുന്നു നമുക്കായി. വല്ലഭനായി മരിച്ചുയർന്നു, ജീവിക്കുന്നു നമുക്കായി. കണ്ടില്ല കണ്ണുകളിൽ കരുണയിൻ കരചലനം, കേട്ടില്ല മാനവരിൽ കാതുകൾ തൻ വചനം. കണ്ടില്ല കണ്ണുകളിൽ കരുണയിൻ കരചലനം, കേട്ടില്ല മാനവരിൽ കാതുകൾ തൻ വചനം. ദേവാദിദേവനി പാരിൽ വന്നു, പാപിയെ തേടി വന്നു. വല്ലഭനായി മരിച്ചുയർന്നു, ജീവിക്കുന്നു നമുക്കായി. വല്ലഭനായി മരിച്ചുയർന്നു, ജീവിക്കുന്നു നമുക്കായി. തലമുറയായി അവൻ നമുക്ക് നല്ലൊരു സങ്കേതമാണ്. തലമുറ നാം പാടിടുക പരമനു സങ്കീർത്തനം. തലമുറയായി അവൻ നമുക്ക് നല്ലൊരു സങ്കേതമാണ്. പലമുറ നാം പാടിടുക പരമനു സങ്കീർത്തനം. ദേവാദിദേവനി പാരിൽ വന്നു, പാപിയെ തേടി വന്നു. വല്ലഭനായി മരിച്ചുയർന്നു, ജീവിക്കുന്നു നമുക്കായി. വല്ലഭനായി മരിച്ചുയർന്നു, ജീവിക്കുന്നു നമുക്കായി. തിരുകരങ്ങൾ നിരത്തി വച്ചു, താരകങ്ങൾ ഗഗനേ. ഒരുക്കിയവൻ നമുക്കു രക്ഷ മാർഗമതിനു മുന്നമേ. തിരുകരങ്ങൾ നിരത്തി വച്ചു, താരകങ്ങൾ ഗഗനേ. ഒരുക്കിയവൻ നമുക്കു രക്ഷ മാർഗമതിനു മുന്നമേ. ദേവാദിദേവനി പാരിൽ വന്നു,
യെരൂശലേമിലെത്തും കാലം ഓർക്കുമ്പോൾ ഇത്തരയിൽ ഖേദമെല്ലാം മാഞ്ഞു പോകുന്നേ. കഷ്ടത പട്ടിണി ഇല്ലാത്ത നാട്ടിൽ ഞാൻ കർത്താവൊരുക്കുന്ന സന്തോഷ വീട്ടിൽ നാം. കഷ്ടത പട്ടിണി ഇല്ലാത്ത നാട്ടിൽ ഞാൻ കർത്താവൊരുക്കുന്ന സന്തോഷ വീട്ടിൽ ഞാൻ. തേജസ്സേറും മോഹന കിരീടങ്ങൾ ധരിച്ചു നാം രാജരാജനേശുവോടു കൂടെ വാഴുവേ. ഓ തേജസ്സേറും മോഹന കിരീടങ്ങൾ ധരിച്ചു നാം രാജരാജനേശുവോടു കൂടെ വാഴുവേ. നീതി സൂര്യ ശോഭയാലെ നല്ലതിരുൾ മാറിടും ഭീതിയും അനീതിയും അകില്ലാലേശവോ. നീതി സൂര്യ ശോഭയാലെ നല്ലതിരുൾ മാറിടും ഭീതിയും അനീതിയും അകില്ലാലേശവോ. സന്തോഷ ശോഭന ആ നല്ല നാളുകൾ ലോകം ധരിച്ചിടും കർത്താവിനാളുകൾ. സന്തോഷ ശോഭന ആ നല്ല നാളുകൾ ലോകം ഭരിച്ചിടും കർത്താവിനാളുകൾ. ശോകരോഗ യുദ്ധം കൃത്യവ്യാധികളിൽ വിപ്ലവം പോകുമെല്ലാം യേശുരാജൻ ഭൂമിൽ വാഴുമ്പോൾ. ശോകരോഗം യുദ്ധം കൃത്യവ്യാധികളിൽ വിപ്ലവം പോകുമെല്ലാം യേശുരാജൻ ഭൂമിൽ വാഴുമ്പോൾ. പുത്രനാം യെരൂശലേമിലെത്തും കാലം ഓർക്കുമ്പോൾ ഇത്തരയിൽ ഖേദമെല്ലാം മാഞ്ഞു പോകുന്നേ. പുത്രനാം യെരൂശലേമിലെത്തും കാലം ഓർക്കുമ്പോൾ ഇത്തരയിൽ ഖേദമെല്ലാം മാഞ്ഞു പോകുന്നേ. സത്യശുദ്ധ പാതയിൽ നടന്നു വന്ന ശുദ്ധന്മാർ വീണ്ടെടുക്കപ്പെട്ട സർവ ദൈവ മക്കളോ. ഓ സത്യശുദ്ധ പാതയിൽ നടന്നു വന്ന ശുദ്ധന്മാർ വീണ്ടെടുക്കപ്പെട്ട സർവ ദൈവ മക്കളും ഉല്ലാസഘോഷമായി സിയോനിൽ വന്നിടോ. ദുഃഖം നടുവിപ്പോ സർവ്വവും തീർന്നിടോ. ഉല്ലാസഘോഷമായി സിയോനിൽ വന്നിടോ. ദുഃഖം നടുവിപ്പോ സർവ്വവും തീർന്നിടോ. നിത്യ സന്തോഷം ശിരസിൽ ആവാഹിച്ചവൻ നിത്യതയ്ക്കുള്ളിൽ മാറയും തീരും കാലവും. ഓ നിത്യ സന്തോഷം ശിരസിൽ ആവാഹിച്ചവൻ നിത്യതയ്ക്കുള്ളിൽ മാറയും തീരും കാലവും. ഓ പുത്രനാം യെരൂശലേമിലെത്തും കാലം ഓർക്കുമ്പോൾ ഇത്തരയിൽ ഖേദമെല്ലാം മാഞ്ഞു പോകുന്നേ. ഓ പുത്രനാം യെരൂശലേമിലെത്തും കാലം ഓർക്കുമ്പോൾ ഇത്തരയിൽ ഖേദമെല്ലാം മാഞ്ഞു പോകുന്നേ. കഷ്ടത പട്ടിണി ഇല്ലാത്ത നാട്ടിൽ നാം കർത്താവൊരുക്കുന്ന സന്തോഷ വീട്ടിൽ നാം. കഷ്ടത പട്ടിണി ഇല്ലാത്ത നാട്ടിൽ നാം കർത്താവൊരുക്കുന്ന സന്തോഷ വീട്ടിൽ നാം. തേജസ്സേറും മോഹന കിരീടങ്ങൾ ധരിച്ചു നാം രാജരാജനേശുവോടു കൂടെ വാഴുവേ. ഓ തേജസ്സേറും മോഹന കിരീടങ്ങൾ ധരിച്ചു നാം രാജരാജനേശുവോടു കൂടെ വാഴുവേ. ഓ തേജസ്സേറും മോഹന കിരീടങ്ങൾ ധരിച്ചു നാം രാജരാജനേശുവോടു കൂടെ വാഴുവേ. മണ്ണിലുറങ്ങിടുന്ന ശോധിമാന്മാർ കാഹളനാദം കേൾക്കുന്ന മാത്രയിൽ. മണ്ണിലുറങ്ങിടുന്ന ശോധിമാന്മാർ കാഹളനാദം കേൾക്കുന്ന മാത്രയിൽ പെട്ടെന്നുയർത്തുവാനിൽ ചേർന്നിടുമേ. പെട്ടെന്നുയർത്തുവാനിൽ ചേർന്നിടുമേ. തീരാത്ത സന്തോഷം തീരാത്ത സന്തോഷം തീരാത്ത സന്തോഷം പ്രാപിക്കും അവർ. തീരാത്ത സന്തോഷം തീരാത്ത സന്തോഷം തീരാത്ത സന്തോഷം പ്രാപിക്കും അവർ. കർത്താഭൂതങ്ങൾ തിരനാദത്തോടും പ്രധാന ദൈവദൂതശബ്ദത്തോടും. കർത്താഭൂതങ്ങൾ തിരനാദത്തോടും പ്രധാന ദൈവദൂതശബ്ദത്തോടും സ്വർഗത്തിൽ നിന്നിറങ്ങി വന്നിടുമ്പോൾ. സ്വർഗത്തിൽ നിന്നിറങ്ങി വന്നിടുമ്പോൾ എത്രയോ സന്തോഷം എത്രയോ സന്തോഷം എത്രയോ സന്തോഷം മധ്യാകാശത്തിൽ. എത്രയോ സന്തോഷം എത്രയോ സന്തോഷം എത്രയോ സന്തോഷം മധ്യാകാശത്തിൽ.
ആകാശത്ത് ജീവനൊടി ഭൂതനെ പാർക്കും ശുദ്ധ രൂപാന്തരം പ്രാപിക്കും ആ നേരത്തിൽ ജീവനൊടി ഭൂതനെ പാർക്കും ശുദ്ധ രൂപാന്തരം പ്രാപിക്കും ആ നേരത്തിൽ ഇതാ സ്വരത്തോടും അപ്പോടും കൂടെ ഇതാ സ്വരത്തോടും അപ്പോടും കൂടെ വിണ്ണൂലകം പോകും വിണ്ണൂലകം പോകും വിണ്ണൂലകം പോകും ദൂത തുല്യനാ വിണ്ണൂലകം പോകും വിണ്ണൂലകം പോകും വിണ്ണൂലകം പോകും ദൂത തുല്യനാ കർത്താവുടക്കെ വിരനാദത്തോടും പ്രധാന ദൂതശബ്ദത്തോടും യേശു മसीह तेरे जैसा है कोई नहीं तेरे चरणों में झुके आसमां और महिमा गाए ज़मीन यीशु मसीह तेरे जैसा है कोई नहीं तेरे चरणों में झुके आसमां और महिमा गाए ज़मीन हम गाए हो सलाना तू राजाओं का है राजा तेरी महिमा होवे सदा तू है प्रभु हमारा खुदा हम गाए हो सलाना तू राजाओं का है राजा तेरी महिमा होवे सदा तू है प्रभु हमारा खुदा प्यारे पिता तूने हमसे कितना प्यार किया हमें पापों से छुड़ाने को अपने बेटे को कुर्बान किया प्यारे पिता तूने हमसे कितना प्यार किया हमें पापों से छुड़ाने को अपने बेटे को कुर्बान किया हम गाए हो सदा तू राजाओं का है राजा तेरी महिमा होवे सदा तू है प्रभु हमारा खुदा हम गाए हो सदा तू राजाओं का है राजा तेरी महिमा होवे सदा तू है प्रभु हमारा खुदा तू है प्रभु हमारा खुदा ഹല്ലേലൂയ 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 ദൈവനാമത്തിന് സ്തോത്രം ചെയ്യുന്ന നമ്മുടെ മധ്യത്തിലായിരിക്കുന്ന കർത്താവദാസനെ പ്രത്യേകിച്ച് പരിചയപ്പെടുത്തുന്ന ആവശ്യമില്ല കർത്താവദാസൻ പാസ്റ്റർ ജോർസൺ ഹലോ അനുഗ്രഹിക്കപ്പെട്ട ദൈവ ശുശ്രൂഷകനാണ് സ്തോത്രം ഈ ലെസ്ന മാനേജറാണ് അപ്പോൾ തന്നെ ചർച്ചിൽ പാസ്റ്ററായിട്ട് ആയിരിക്കുന്നു കർത്താവദാസന്റെ കുടുംബം അനുഗ്രഹിക്കട്ടെ സ്തോത്രം വി ആർ ഗോയിങ് ടു ഹിയർ ഫ്രം ദി വേർഡ് ഓഫ് ഗോഡ് പാസ്റ്റർ ജോർസൺ ഈസ് ഇൻ our midst only two people are there who cannot understand the language so he's going to preach in Malayalam but in the meantime he will summarize in English in between okay so കരങ്ങളെ അടിച്ച് നമ്മുടെ കർത്താവിന്റെ അഭിഷേകത്തിനെ നമുക്ക് സാധിക്കും പ്രൈസ് ദി ലോർഡ് ഹല്ലേലൂയ ചില നാളുകൾക്ക് ശേഷം നിങ്ങളോടൊപ്പം കടന്നു വരുവാനും ദൈവത്തെ ആരാധിപ്പാനും ദൈവം
ഞങ്ങളുടെയും ജീവിതത്തിൽ നൽകി തരുന്ന ഈ നല്ല അവസരത്തെ ഓർത്ത് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു, സ്തുതിക്കുന്നു. ദൈവത്തിൻ്റെ സന്നിധിയിൽ ഒന്നും യാദൃച്ഛികമല്ല, എല്ലാം ദൈവം മുന്നമേ അറിയുന്നു. ഹല്ലേലൂയ. കഴിഞ്ഞ ആഴ്ച ദൈവദാസൻ ഷാജി ഡിക്കുള എന്നെ വിളിക്കുകയും ഈ ആഴ്ച അദ്ദേഹം ഇവിടെ കാണത്തില്ല, കുടുംബമായിട്ട് മേഘാലയത്തിലേക്ക് കടന്നു പോവുകയാണ്, അതുകൊണ്ട് ഇവിടെ കടന്നു വന്ന് ദൈവവചനം പ്രസംഗിക്കുകയും വേണമെന്ന് പറഞ്ഞു. ആ ക്ഷണമനുസരിച്ചാണ് ഞാൻ കടന്നു വരുവാനിടയായി തീർന്നത്. എന്നെ തന്നെ പരിചയപ്പെടുത്തേണ്ട ആവശ്യമൊന്നും ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. ഞാൻ പലപ്പോഴും ഇവിടെ കടന്നു വരികയും ദൈവവചനം ശുശ്രൂഷിക്കുകയും ചെയ്തിട്ടുള്ളതിനാൽ നിങ്ങൾക്ക് കുറച്ച് പേർക്കെങ്കിലും എന്നെ അറിയാമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇന്നത്തെ അല്പനേരത്തെ ചിന്തയ്ക്കായി യൂദയുടെ ലേഖനം 1-ാം അധ്യായം, ആകെ ഒരു അധ്യായമേ ഉള്ളൂ, അതിൻ്റെ 1-ാമത്തെ വാക്യം വായിക്കാം. യേശുക്രിസ്തുവിനായി സൂക്ഷിക്കപ്പെട്ടും ഇരിക്കുന്നവരായ വിളിക്കപ്പെട്ടവർക്ക് എഴുതുന്നത്. മതി, നമുക്ക് കണ്ണുകളടയ്ക്കാൻ പ്രാർത്ഥിക്കാം. മഹാപരിശുദ്ധനും നിത്യനും നീതിമാനുമായ ഞങ്ങളുടെ സ്വർഗസ്ഥ പിതാവാം ദൈവമേ, ഈ നല്ല പ്രഭാതത്തിനായി വീണ്ടും അവിടുത്തെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. തിരുസന്നിധിയിൽ ഇന്ന് ഞങ്ങൾ വായിച്ച ദൈവവചനത്തെ ഓർത്ത് അവിടുത്തെ സ്തുതിക്കുന്ന കർത്താവേ, ഈ വചനത്താൽ അടിയങ്ങളെ അനുഗ്രഹിക്കുമാറാകണം. ഇത് വായിച്ചത് അടിയങ്ങൾക്ക് അനുഗ്രഹമായിരുന്നു. ഇതിനെ ധ്യാനിക്കുന്ന അടിയങ്ങൾക്ക് അനുഗ്രഹത്തിനും വിടുതലിനും കാരണമാക്കുമാറാകണം. കേൾക്കുന്ന ആ ദൈവജനത്തെ അവിടുത്തെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നു. അവരുടെ ഹൃദയങ്ങളെ നല്ല നിലങ്ങളെ പോലെ ഒരുക്കുമാറാകണം. നിന്റെ വചനത്തിൻ്റെ വിത്ത് അവരുടെ ഹൃദയങ്ങളിൽ വീണ് അത് ആഴത്തിൽ വേരൂന്നി വളർന്ന് അത് 100, 60, 30 മേനിയായി ഫലം കൊടുക്കുവാൻ സ്വർഗത്തിലെ ദൈവമേ അവിടുന്ന് സഹായിച്ചാവട്ടെ. അടിയങ്ങളെ ഒരുമിച്ച് അനുഗ്രഹിക്കണം. പ്രാർത്ഥന ഘട്ടത്തിനാൽ സ്തോത്രം, യേശുവിൻ്റെ വിലയേറിയ നാമത്തിൽ തന്നെ. യൂദയുടെ പുസ്തകം വേദപുസ്തകത്തിലെ, പ്രത്യേകിച്ച് പുതിയ നിയമത്തിലെ വളരെ ചെറിയ പുസ്തകങ്ങളുടെ കൂട്ടത്തിൽപ്പെട്ട ഒരു പുസ്തകമാണ്. ഇറ്റ് ഹാസ് ഓൺലി 25 വേഴ്സസ്, 25 വാക്യങ്ങൾ മാത്രമുള്ള വളരെ ചെറിയ ഒരു പുസ്തകം. ഇത് എഴുതുവാനുള്ള കാരണത്തെ പറ്റി അതിൻ്റെ 3-ാമത്തെ വാക്യത്തിൽ നാം ഇപ്രകാരം വായിക്കുന്നു: പ്രിയരെ, നമുക്ക് പൊതുവിലുള്ള രക്ഷയെ കുറിച്ച് നിങ്ങൾക്ക് എഴുതുവാൻ സകല പ്രയത്നവും ചെയ്യുകയിൽ വിശുദ്ധന്മാർക്ക് ഒരിക്കലായിട്ട് ഭരമേൽപ്പിച്ചിരിക്കുന്ന വിശ്വാസത്തിനു വേണ്ടി പോരാടേണ്ടതിന് പ്രബോധിപ്പിച്ചെഴുതുവാൻ ആവശ്യമെന്ന് എനിക്ക് തോന്നി. യഥാർത്ഥത്തിൽ അപ്പോസ്തലനായ യൂദ താനൊരു ലേഖനം എഴുതണമെന്ന് ആഗ്രഹിച്ചു. അദ്ദേഹത്തിൻ്റെ ആഗ്രഹം എന്തായിരുന്നു? അദ്ദേഹം പൊതുവിലുള്ള രക്ഷയെക്കുറിച്ച് എഴുതുവാനാണ് ആഗ്രഹിച്ചത്. സാൽവേഷൻ കോമൺ ടു ഓൾ, എല്ലാവർക്കും വേണ്ടിയിട്ടുള്ള രക്ഷയെക്കുറിച്ച് ഒരു ലേഖനം എഴുതണം എന്ന് ആഗ്രഹിച്ചു. എന്നാൽ എഴുതുവാൻ പെന്നും പേപ്പറും ഒക്കെ കയ്യിലെടുത്തപ്പോൾ അദ്ദേഹത്തിൻ്റെ ഹൃദയത്തിൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് വളരെ ശക്തമായിട്ട് ഇടപെടുവാനിടയായി തീർന്നു. When he wanted to write the epistle, he wanted to write about the salvation common to all. But when he started to write, the Holy Spirit of God intervened in his heart and he began to write about the faith of the doctrine of Christianity. There are many people crept into the church. They taught various teachings in the church. ചർച്ചിനകത്ത് കടന്നു വന്ന വിശ്വാസികൾ തന്നെ, അല്ലെങ്കിൽ അവരുടെ എൽഡേഴ്സ് തന്നെ പലതരത്തിലുള്ള ദുരുപദേശങ്ങളെ സ്ഥാപിക്കുന്നതിന് വേണ്ടി പ്രസംഗിക്കാൻ തുടങ്ങി. അപ്പോൾ ദൈവദാസനായ യൂദയ്ക്ക് തോന്നി, ഇപ്പോൾ അത്യാവശ്യം എന്തുവാ, രക്ഷയെക്കുറിച്ചല്ല, പിന്നെയോ ഈ അവിശ്വാസത്തിൻ്റെ ടീച്ചിങ്സിനെതിരായിട്ട്, ജനത്തെ വഴിതെറ്റിക്കുന്ന ടീച്ചിങ്സിന് എതിരായിട്ട് സംസാരിക്കണമെന്ന് അദ്ദേഹത്തിന് ചിന്തിപ്പാനിടയായി തീർന്നു. എന്നാൽ ഇന്ന് ഞാൻ നിങ്ങളോട് പ്രസംഗിക്കുവാൻ ഉദ്ദേശിക്കുന്നത് യൂദ അവിശ്വാസത്തിനെതിരായിട്ട് എന്തു പഠിപ്പിച്ചുവെന്നോ എങ്ങനെ പഠിപ്പിച്ചുവെന്നോ ഒന്നുമല്ല. ഞാൻ ആദ്യത്തെ വാക്യത്തിൽ നിന്നും ചില കാര്യങ്ങൾ നിങ്ങളോട് പറയുവാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്.
ആദ്യത്തെ വാക്യം ഒരു പ്രാവശ്യം കൂടെ നമുക്ക് ചിന്തിക്കാം. യേശുക്രിസ്തുവിൻ്റെ ദാസനും യാക്കോബിൻ്റെ സഹോദരനുമായ യൂദ തന്നെ ഈ എഴുത്തുകാരനായ യൂദ ഒന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യുകയാണ്. ഹി വാണ്ടഡ് ടു ഇൻട്രൊഡ്യൂസ് ഹിംസെൽഫ്. സ്വന്തമായിട്ടൊന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യുക. ഞാൻ ചെയ്യാത്തൊരു കാര്യമാണ്. ഞാനിവിടെ പുതുതായിട്ട് വരികയാണെങ്കിൽ ഞാൻ എന്ത് ചെയ്യും? ഞാൻ എന്നെ തന്നെ ഒന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്ത് ഇത് ഇൻട്രൊഡ്യൂസ് ചെയ്ത് ഞാനും കുഴഞ്ഞു, നിങ്ങളും കുഴഞ്ഞു. അതുകൊണ്ടാണ് ഞാൻ ചെയ്യാതിരിക്കുന്നത്, ഇല്ലേ? ഇല്ലെങ്കിൽ ഞാനിവിടെ വന്നിട്ട് ആദ്യം പറയാം, ഐ എം ജോർസൺ, ഐ എം സോ ആൻഡ് സോ, ഐ എം ദ പാസ്റ്റർ ഓഫ് ദാറ്റ് ചർച്ച് ആൻഡ് ഐ ഹാവ് ഡൺ ദാറ്റ് ആൻഡ് ഐ ഹാവ് ഡൺ ദിസ് ആൻഡ് ഐ വിൽ ബി ഡൂയിങ് ദിസ് എവറിഥിങ് ഐ വുഡ് ഹാവ് സെഡ് ദാറ്റ്. പക്ഷേ അതിൻ്റെ ആവശ്യം ഇപ്പോഴില്ലാത്തത് കൊണ്ടാണ് ഞാൻ അങ്ങനെ പറയാതിരിക്കുന്നത്. പക്ഷേ ഒരു പുസ്തകം എഴുതുമ്പോൾ അതിൻ്റെ എഴുത്തുകാരൻ്റെ പേരെവിടെ എഴുതി വെക്കാറുണ്ട്, അദ്ദേഹം ആരാണെന്ന് എഴുതി വെക്കാറുണ്ട്. ഒന്നുകിൽ ബാക്ക് സൈഡിൽ, അല്ലെങ്കിൽ അതിൻ്റെ ഫസ്റ്റ് ഫ്ലൈ ലീഫ് കഴിഞ്ഞിട്ടുള്ള പുസ്തകത്തിൻ്റെ പേജിൽ എഴുതി വെക്കും, ഈ മാന്യദേഹം റവറൻ സോ ആൻഡ് സോ ഓർ ഡോക്ടർ സോ ആൻഡ് സോ ഈസ് ബിലോങ് ടു ദിസ് ഫാമിലി എന്നൊക്കെ എഴുതി വെക്കാറില്ലേ? എന്നതുപോലെ ഇവിടെ ഒന്നാമത്തെ വാക്യത്തിൽ അപ്പോസ്തോലനായ യൂദ തന്നെ ഒന്ന് പരിചയപ്പെടുത്തുകയാണ്. എഴുതി വെച്ചിരിക്കുന്ന വാക്ക് വളരെ ശ്രദ്ധിക്കണം. അദ്ദേഹം പറയുകയാണ്, ആദ്യമായിട്ട് പറയുകയാണ്, യേശു ക്രിസ്തുവിൻ്റെ ദാസൻ. നമ്മൾ പറയും ദൈവദാസനാണ്, ദൈവദാസിയാന്നൊക്കെ പറയുമെങ്കിലും നേരിട്ട് എന്ന് അദ്ദേഹത്തിന് എടുക്കുക, ദാസ എവിടെ പോയിട്ട് വരുന്നു എന്നൊന്ന് ചോദിച്ചാൽ എന്ത് പറയും? ഇങ്ങോട്ട് മാറ്റി പറയും, മേലാലിനി എന്നെ വിളിച്ചേക്കരുത്, അങ്ങനെ എന്ത് പറയും, അല്ലേ? മേലാൽ ആ പദം ഉപയോഗിച്ച് പോയേക്കരുതെന്ന് പറയും. ഇനി ഈ യൂദ ആരായിരുന്നു എന്ന് നാം മനസ്സിലാക്കണം. യേശുക്രിസ്തുവിൻ്റെ ദാസൻ എന്ന് പറയുമ്പോൾ തന്നെ അതിനോട് ചേർത്ത് വേറൊരു വാക്യം കൂടി അദ്ദേഹം പറയുകയാണ്, യാക്കോബിൻ്റെ സഹോദരൻ. ഏതാ ഈ യാക്കോബ്? വേദപുസ്തകത്തിൽ തന്നെ ഇതിന് മുമ്പായിട്ട് ഒരു ലേഖനം എഴുതിയ ലേഖനകർത്താവാണ് യാക്കോബ്. അപ്പോൾ യാക്കോബിൻ്റെ സഹോദരനായ യൂദ പറയുകയാണ്, ഞാൻ യേശുക്രിസ്തുവിൻ്റെ ദാസനാണ്. യഥാർത്ഥത്തിൽ ഇവരാരാ? ഈ യൂദയും യാക്കോബും യേശുക്രിസ്തുവിൻ്റെ അർദ്ധ സഹോദരന്മാരാ. അപ്പോൾ യഥാർത്ഥത്തിൽ യേശുക്രിസ്തു ഈ ഭൂമിയിൽ ജീവിച്ചിരുന്ന കാലത്ത് തൻ്റെ 33.5 വർഷക്കാലം, 33 എന്ന് ഞാൻ പറയുന്നില്ല, 3.5 വർഷക്കാലത്തെ പരസ്യ ശുശ്രൂഷ സമയത്ത് യേശുക്രിസ്തു പറഞ്ഞ കാര്യങ്ങളിലൊന്നും ഇവർ വലിയ വിശ്വാസമൊന്നും വിശ്വസിച്ചില്ല. പരീശന്മാരും യഹൂദ പ്രമാണിമാരും ഒക്കെ പറഞ്ഞു, ഇവനിൽ ഭൂതമുണ്ടെന്ന് പറഞ്ഞു. ഇവരന്നേരം തുറന്നു പറഞ്ഞില്ല ഇവനിൽ ഭൂതമുണ്ടെന്ന്. മാറി എന്നിട്ട് പറഞ്ഞു ഇവന് അത്ര ശരിയല്ല എന്ന് പറഞ്ഞു. സാധാരണ നമ്മുടെ സമൂഹത്തിൽ നമ്മളെക്കുറിച്ച് ഏറ്റവും തെറ്റായി സംസാരിക്കുന്ന ആരാന്നറിയോ? ആരാ സംസാരിക്കുന്നത്? നമ്മുടെ കുടുംബത്തിലുള്ളവരാണ്, പ്രത്യേകിച്ച് സഹോദരന്മാർ. ഇവനെ എനിക്ക് അറിഞ്ഞുകൂടാത്തതാണ്. ഇപ്പം എൻ്റെ സഹോദരന്മാരോട് ചോദിച്ചാൽ, പിന്നെ ഞങ്ങൾ 10-40 കൊല്ലം ഒന്നിച്ച് വളർന്നതല്ലേ, എനിക്കറിഞ്ഞുകൂടായി അവൻ ആരാന്ന്. ഞാൻ ജനിച്ചപ്പോൾ തൊട്ട് കാണുന്ന അവന്, ഇല്ലേ? പക്ഷേ നിങ്ങളാന്നേ പറയും, ഓ വാസ് അങ്ങനെ. പക്ഷേ എൻ്റെ സഹോദരന്മാരാണെങ്കിൽ പറയും, ഇവൻ്റെ പ്രസംഗം എത്ര ഞാൻ കേട്ടിട്ടുണ്ട്, പിന്നെ ആരാന്ന് എനിക്കറിയത്തില്ലേ, 3.5 വയസ്സുള്ളപ്പോൾ അവൻ കാണിച്ച പ്രവൃത്തിയെ ഇപ്പോഴും എനിക്ക് മറക്കാൻ പറ്റത്തില്ല എന്നൊക്കെ പറഞ്ഞോളെ. എന്ന് പറയുന്നത് പോലെ യേശുക്രിസ്തുവിന് 4 സഹോദരന്മാരുണ്ടായിരുന്നു. ആരൊക്കെയാ? യാക്കോബ്, യോസെ, പിന്നെ ആരാ? യൂദ. പിന്നെ ഒരു സഹോദരനുണ്ട്, അവൻ്റെ പേരാണ് സൈമൺ. 4 സഹോദരന്മാരും അവൻ്റെ സഹോദരിമാരും എന്നുള്ള പ്ലൂറലാണ് വേറൊരു സുവിശേഷത്തിൽ ഉപയോഗിച്ചിരിക്കുന്നത്. സുവിശേഷത്തിൽ സഹോദരിമാരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തായാലും ഒരു സഹോദരിയല്ല. അറ്റ്ലീസ്റ്റ് how many will be there? At least 2 will be there. It means he had 6 siblings. കുറഞ്ഞത് 6 പേരെങ്കിലും ഉണ്ട്. 6 സഹോദരന്മാരായിട്ട് 6 പേരെങ്കിലും ഉണ്ട്. യേശുക്രിസ്തു 7, അപ്പനും അമ്മയും 9. വലിയൊരു ഫാമിലിയാണ്. ഒരു ജൂയിഷ് കൾച്ചർ അനുസരിച്ച് വളരെ ഇടുങ്ങിയ പശ്ചാത്തലത്തിൽ ജീവിക്കുന്ന ഒരു കാർപ്പൻ്ററിൻ്റെ ഭവനത്തിൽ ചിലപ്പോൾ ഒരു ഹാളും ഒരു കിച്ചനും
അങ്ങേ അറ്റം പോയാൽ ഒരു ബെഡ്റൂമും കൂടെ കാണത്തുള്ളൂ. ഇവിടെ എല്ലാം കൂടെ അവിടെ, എനിക്കൊക്കെ അറിയാം, എൻ്റെ ചെറുപ്പകാലത്ത് ഞങ്ങളെല്ലാം കൂടെ താഴെ പായ് വിരിച്ചിട്ട് ഞങ്ങൾ സഹോദരി സഹോദരന്മാരെല്ലാം നിരന്നങ്ങ് കിടക്കും എന്ന് പറയുന്നത് പോലെ വളരെ സ്പേഷ്യസ് ആയിട്ടൊന്നും ജീവിക്കുന്ന ഒരു സാഹചര്യമല്ല. അപ്പോൾ ഇവർക്ക് എല്ലാവർക്കും അറിയാം യേശു ക്രിസ്തു എന്ന മൂത്ത സഹോദരനെ നന്നായിട്ടറിയാം. അതുകൊണ്ട് യേശു ക്രിസ്തു ജീവിച്ചിരുന്ന കാലത്ത് യേശു ക്രിസ്തു പഠിപ്പിച്ചതോ യേശു ക്രിസ്തു പ്രസംഗിച്ചതോ ആയ ഒന്നിലും ഇവർ വലിയ വിശ്വാസം കൽപ്പിച്ചിരുന്നില്ല. എന്നാൽ യേശു ക്രിസ്തുവിൻ്റെ മരണ പുനരുത്ഥാനങ്ങൾക്ക് ശേഷം ഇവരൊക്കെ കർത്താവിനെ അറിയുവാനിടയായി. ഹല്ലേലൂയ. അങ്ങനെ ഒരു സാഹചര്യത്തിൽ നമ്മൾ ആരെങ്കിലും ആണ് ഈ യൂദയുടെയോ യാക്കോബിൻ്റെയോ സ്ഥാനത്തായിരുന്നെങ്കിൽ എന്ത് പറഞ്ഞേനെ? അറിയത്തില്ലേ, യേശു ക്രിസ്തുവിൻ്റെ സഹോദരനാ ഞാനെന്ന് പറഞ്ഞേനെ അല്ലേ? എനിക്ക് ഒരു വളരെ അടുത്ത് പരിചയമുള്ള ഒരു സഹോദരനുണ്ട്. ആ സഹോദരൻ പറഞ്ഞു ഉമ്മൻചാണ്ടി അവരുടെ ബന്ധുക്കാരനാണെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു ആണോ, നല്ലത് തന്നെ. അപ്പോൾ എന്താ, ഏത് വകയിലെ ബന്ധം? എൻ്റെ അമ്മയുടെ വഴിയിലുള്ള ബന്ധത്തിലാണ്. നമുക്കെല്ലാവർക്കും സമൂഹത്തിൽ ഉയർന്ന ആൾക്കാരൊക്കെ നമ്മുടെ ബന്ധുക്കളാണെന്ന് പറയുവാൻ ഉള്ള ആഗ്രഹമുണ്ട് ഇല്ലേ? ഒരു MLA ആണെങ്കിൽ പറഞ്ഞു ഞങ്ങളുടെ കുടുംബത്തിൽ ഒരു MLA ഉണ്ട്. ഏത് വകയിലാണ് നിൻ്റെ ബന്ധത്തിലെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞങ്ങളുടെ വല്യപ്പച്ചൻ്റെ മൂന്നാമത്തെ അനിയൻ്റെ അളിയൻ്റെ കൊച്ചുമാനായ MLA എന്ന് പറയും. അത്രയ്ക്ക് നമ്മൾ ഉത്സുകരാണ്, വലിയ ആൾക്കാരൊക്കെ നമ്മുടെ ആൾക്കാരാണെന്ന് പറയും. ഈ പ്രത്യേകിച്ച് നമ്മൾക്കുള്ള ഒരു പ്രശ്നം എന്തെന്നറിയാമോ? ഞങ്ങളുടെ കുടുംബത്തിൽ എത്ര അച്ഛന്മാരുണ്ടെന്നറിയാമോ? എത്ര കന്യാസ്ത്രീമാരുണ്ടെന്നറിയാമോ? ഇപ്പം നമ്മളത് തിരിച്ചു പറഞ്ഞു, ഞങ്ങളുടെ കുടുംബത്തിൽ എത്ര പാസ്റ്റർമാരുണ്ടെന്നറിയാമോ എന്ന് ചോദിക്കും. അപ്പോൾ എങ്ങനെയും നമ്മളെ തന്നെ ഉയർത്തി കാണിക്കുവാൻ ആഗ്രഹിക്കുന്നവരാണ് നമ്മൾ. ഇവിടെ യേശു ക്രിസ്തുവിൻ്റെ അർദ്ധ സഹോദരനായ യൂദ ഒരു ലേഖനം എഴുതുമ്പോൾ പറയുകയാണ്, ഞാൻ ആരാ? ഐ എം ദ സെർവന്റ് ഓഫ് ക്രൈസ്റ്റ്. ഞാൻ ഒരു ദാസനാണ്. യഥാർത്ഥത്തിൽ ആ പദത്തിൻ്റെ യഥാർത്ഥ അർത്ഥം നാം മനസ്സിലാക്കണമെങ്കിൽ ഇംഗ്ലീഷ് പദം കൊണ്ട് ശരിയാവത്തില്ല. എനിക്ക് പൊതുവെ ഈ ഗ്രീക്ക് ഒന്നും പറയുന്നതിനോട് വലിയ താല്പര്യമുള്ള കൂട്ടത്തിലല്ല, എനിക്ക് അറിയത്തുമില്ല. എങ്കിൽ തന്നെ ഞാൻ അവിടുന്ന് ഇവിടുന്ന് ഒക്കെ കേട്ട് പഠിച്ച ചെറിയ അറിവ് വെച്ച് ഈ സെർവൻ്റ് എന്ന് പറയുന്നതിന് ഗ്രീക്ക് പദം ഡൂലോസ് എന്ന് പറയുന്ന പദമാണ് മൂലഭാഷയിൽ ഉപയോഗിച്ചിരിക്കുന്നത്. ഡൂലോസ് എന്ന വാക്കിൻ്റെ അർത്ഥം എന്താണെന്ന് അറിയാമോ? ബോണ്ട് സെർവൻറ്റ്. സാധാരണ ദാസനും ബോണ്ട് സെർവൻറ്റും തമ്മിൽ വ്യത്യാസമുണ്ട്. ഈ ജൂവിഷ് കൾച്ചറും റോമൻ പാരമ്പര്യവും വെച്ച് നോക്കുമ്പോൾ പല തരത്തിലുള്ള സെർവൻസ് ഉണ്ടായിരുന്നു. യേശുക്രിസ്തുവിൻ്റെ കാലത്ത് നമുക്ക് ലേവ്യ പുസ്തകമൊക്കെ പഠിക്കുമ്പോൾ നമുക്ക് വളരെ വ്യക്തമായിട്ട് ദാസൻ എപ്രകാരമായിരിക്കണം, എങ്ങനെയുള്ള ദാസനായിരിക്കണം, ദാസനെ എങ്ങനെ കൈകാര്യം ചെയ്യണം, ദാസനോട് എങ്ങനെ ഇടപെടണം എന്നൊക്കെയുള്ള കാര്യങ്ങൾ നമുക്ക് വളരെ വ്യക്തമായിട്ട് പഠിക്കുവാൻ കഴിയും. ഇവിടെ യേശുക്രിസ്തുവിൻ്റെ കാലത്ത് അനേക ദാസന്മാരുണ്ടായിരുന്നു, സ്ലേവ്സ് എന്ന് വേണമെങ്കിൽ പറയാം. അപ്പോൾ എങ്ങനെയാണ് അന്ന് സ്ലേവ്സ് ആയിട്ടൊരുവൻ മാറുന്നത്? ഒന്നുകിൽ യുദ്ധം ചെയ്ത് പിടിക്കപ്പെടുന്നവൻ ദാസനായിത്തീരും, ഇല്ല എങ്കിൽ ദാരിദ്ര്യം ഭവനത്തിൽ കയറി ഒരു വഴിക്കും ഉയർന്നു വരുവാൻ കഴിയാത്ത ഒരവസരത്തിൽ കടക്കാർ വന്ന് ഇവനെ പിടിച്ച് കൊണ്ടുപോയിട്ട് കടത്തിന് പകരം ഇവനെ ദാസനാക്കാം. അല്ലെങ്കിൽ ഒരു ദാസന്റെ മകനായി പിറന്നാൽ ദാസനാകും. ഇങ്ങനെ പല രീതിയിലുള്ള ദാസന്മാരന്നുണ്ടായിരുന്നു. അന്നത്തെ ദാസന്മാരോട് ചില യജമാനന്മാരൊക്കെ വളരെ കാഠിന്യത്തോടുകൂടി പ്രവർത്തിച്ചിരുന്നു. ആ കാഠിന്യത്തോടുകൂടി പ്രവർത്തിക്കുന്ന അവർക്ക്, ഈ ദാസന്മാർക്ക് മറിച്ച് ഒന്നും തന്നെ പറയുവാൻ കഴിയുകയില്ല. അവരെ ചങ്ങലക്കിട്ട് പൂട്ടി സ്ലേവ് മാർക്കറ്റിൽ കൊണ്ടുപോയി ഒരു മൃഗത്തെ പോലെ വിൽക്കുകയും വാങ്ങുകയും ചെയ്ത സാഹചര്യം നമുക്കറിയാം. ഇന്ത്യയിൽ പോലും അങ്ങനെയുള്ള സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. Even in India, we used to have slave markets where slaves were chained and sold for a price.
They used to be treated brutally. They used to be beaten up. അങ്ങനെ വളരെ ശോചനീയമായ ഒരവസ്ഥയിലാണ് അന്നത്തെ സ്ലേവ്സ് ഉണ്ടായിരുന്നത്. അങ്ങനെയുള്ള സ്ലേവ്സിനെ ആരും വളരെ റെസ്പെക്റ്റോടുകൂടി കണ്ടിരുന്നില്ല. നോബഡി ലുക്ഡ് അറ്റ് ദം വിത്ത് റെസ്പെക്റ്റ്. ആ ഒരു സാഹചര്യത്തിലാണ് യൂദ പറയുന്നത്, ഞാൻ യേശു ക്രിസ്തുവിൻ്റെ ദാസന. ഐ ആം ദ ഡൂലോസ് ഓഫ് ജീസസ് ക്രൈസ്റ്റ്. നമ്മളിൽ എത്ര പേർക്ക്, നമ്മളൊക്കെ രക്ഷിക്കപ്പെട്ടവർ, സ്നാനപ്പെട്ടവർ, ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനെ പ്രാപിച്ചവർ, ദൈവത്തെ ആരാധിക്കുന്നവർ, ദൈവത്തോട് എത്ര പേർക്ക് പറയാം ഐ ആം ദ ഡൂലോസ് ഓഫ് ജീസസ് ക്രൈസ്റ്റ്? എത്ര പേർക്ക് പറയുവാൻ കഴിയും? ഐ ആം ദ ബോണ്ട് സെർവൻ്റ് ഓഫ് ജീസസ് ക്രൈസ്റ്റ്. യേശു ക്രിസ്തുവിൻ്റെ അടിമയാണ് ഞാൻ. ഹല്ലേലൂയ, ഹല്ലേലൂയ. നാം ചിന്തിക്കണം. യാക്കോബ് മാത്രമല്ല അത് പറഞ്ഞിരിക്കുന്നത്. യാക്കോബ് മാത്രമല്ല ഇങ്ങനെ പറഞ്ഞിരിക്കുന്നത്. മർക്കോസിന്റെ സുവിശേഷം 6-ാം അധ്യായത്തിന്റെ 3-ാം വാക്യം നമുക്ക് വായിക്കാം. അവന്റെ സഹോദരന്മാരെ പറ്റിയൊക്കെ നമുക്ക് കാണാം. യാക്കോബ്, യോസെ, യൂദ, ശീമോൻ എന്നിവരുടെ സഹോദരനുമായ തച്ചനല്ലയോ? ഇവന്റെ സഹോദരികളും ഇവിടെ നമ്മോടുകൂടെ ഇല്ലയോ എന്ന് പറഞ്ഞ് അവങ്കിൽ ഇടറിപ്പോയി. യേശു ക്രിസ്തുവിനെ ഒരു കാലത്ത് ഇവന്റെ സഹോദരന്മാരോ സഹോദരിമാരോ അംഗീകരിച്ചിരുന്നില്ല എന്ന് ദൈവവചനം പറയുകയാണ്. പക്ഷേ യഥാർത്ഥത്തിൽ യേശു ക്രിസ്തു ആരെന്ന് യൂദ മനസ്സിലാക്കിയപ്പോൾ അവൻ പറയുകയാണ്, ഞാൻ യേശു ക്രിസ്തുവിൻ്റെ അർദ്ധ സഹോദരൻ എന്ന് വേണമെങ്കിൽ പറയാമായിരുന്നു. അതൊക്കെ വിട്ടിട്ട് ഇന്ന് പറയുകയാണ്, ഞാൻ യേശു ക്രിസ്തുവിൻ്റെ ദാസനാണ്. ആ ഒരു മെൻറ്റാലിറ്റി. നാം രക്ഷിക്കപ്പെട്ടവരല്ലേ? നാം കർത്താവിനോട് ചേർന്ന് ജീവിപ്പാൻ ആഗ്രഹിക്കുന്നവരല്ലേ? അപ്പോൾ നാം എന്താ ചിന്തിക്കേണ്ടത്? ഞാൻ യേശു ക്രിസ്തുവിൻ്റെ ദാസനാണ്. യേശു ക്രിസ്തുവിൻ്റെ ദാസനെന്ന് വേദപുസ്തകത്തിൽ അനേകർ പറഞ്ഞിട്ടുണ്ട്. നമുക്കറിയാം, പത്രോസ് 2 പത്രോസിന്റെ ലേഖനം 1-ാം അധ്യായത്തിന് 1-ാം വാക്യം വായിക്കാം. യേശുക്രിസ്തുവിന്റെ ദാസനും അപ്പോസ്തലനുമായ ശീമോൻ പത്രോസ്, നമ്മുടെ ദൈവത്തിന്റെയും രക്ഷിതാവായ യേശുക്രിസ്തുവിന്റെയും നീതിയാൽ ഞങ്ങൾക്ക് ലഭിച്ചതുപോലെ അതേ വിലയേറിയ വിശ്വാസം ലഭിച്ചവർക്ക് എഴുതുന്നത്. ഇവിടെ മതി. ഇവിടെ പത്രോസ് യേശുക്രിസ്തുവിനേക്കാൾ അല്പം പ്രായത്തിൽ മുതിർന്ന ഒരു വ്യക്തിയായിരുന്നു പത്രോസ്. പക്ഷേ നമ്മളാണെങ്കിൽ പറയുന്നത്, നിനക്ക് എത്ര വയസ്സുണ്ടെന്ന് അറിയാമോ? അത് ഓർത്ത് വേണം എൻ്റെ അടുക്കെ സംസാരിക്കാനെന്ന് നമ്മൾ പറയും. ഞാൻ നിന്നേക്കായി 3 മാസം മൂത്തത്, അതുകൊണ്ട് അച്ചാച്ചാന്ന് എന്നെ വിളിച്ചോണ്ടെന്ന് പറയും, ഇല്ലേ? നമ്മളങ്ങനെ. പക്ഷെ ഇവിടെ പത്രോസ് പറയുകയാണ്, ഞാൻ യേശു ക്രിസ്തുവിൻ്റെ ദാസന. യഥാർത്ഥത്തിൽ പത്രോസിനെ അഭിമാനിക്കുവാൻ ചില കാര്യങ്ങളൊക്കെ ഉണ്ട്. 12 പേരിൽ എന്ത് കാര്യത്തിനും മുമ്പേ നിൽക്കുന്ന വ്യക്തിയായിരുന്നു. യേശുക്രിസ്തുവിനോട് എന്തെങ്കിലും പറയണമെങ്കിലും ആദ്യം ചെന്ന് പറയുന്ന, യേശുക്രിസ്തുവിനോട് ഒരു ഭയമോ അല്ലെന്നുണ്ടെങ്കിൽ ഗുരു എന്നുള്ള റെസ്പെക്റ്റ് വെച്ചുകൊണ്ട് പറയുന്ന ഒരു വ്യക്തിയായിരുന്നു പത്രോസ്. പക്ഷെ ഇവിടെ താൻ ഒരു ലേഖനം എഴുതുമ്പോൾ പറയുകയാണ്, ഞാൻ യേശുക്രിസ്തുവിൻ്റെ ദാസനാണ്. പത്രോസ് മാത്രമല്ല, റോമാലേഖനം 1-ാം അധ്യായത്തിന് 1-ാം വാക്യം വായിക്കാം. റോമാലേഖനം 1-ാം അധ്യായത്തിന്റെ 1-ാം വാക്യം. ദൈവം തന്റെ പുത്രനും നമ്മുടെ കർത്താവുമായ യേശുക്രിസ്തുവിനെ കുറിച്ച് വിശുദ്ധ രേഖകളിൽ തന്റെ പ്രവാചകന്മാർ മുഖാന്തരം മുമ്പുകൂട്ടി വാഗ്ദത്തം ചെയ്ത സുവിശേഷത്തിനായി വേർതിരിച്ച് വിളിക്കപ്പെട്ട അപ്പോസ്തലനും യേശുക്രിസ്തുവിന്റെ ദാസനുമായ പൗലോസ് അപ്പോസ്തലൻ പറയുകയാ, ഞാൻ യേശുക്രിസ്തുവിന്റെ ദാസന. യേശുക്രിസ്തുവിന്റെ ദാസന. പൗലോസ് ആരായിരുന്നു? 12 ശിഷ്യന്മാരിൽ ഒരുവൻ അല്ലായിരുന്നെങ്കിൽ തന്നെയും ക്രിസ്ത്യൻ ഡോക്ട്രിൻ അതിൻ്റെതായ രീതിയിൽ എഴുതി പിടിപ്പിച്ച, അതിനെ അവതരിപ്പിച്ച വ്യക്തിയാ. പത്രോസിനേക്കാൾ ശ്രേഷ്ഠനായ വ്യക്തി, നല്ല പാണ്ഡിത്യം, ഗമാലിയേലിന്റെ പാദപീഠത്തിലിരുന്ന് ദൈവവചനം അഭ്യസിച്ചവൻ, ഒരു പരീശൻ, റോമൻ സിറ്റിസൺ. ഇങ്ങനെയുള്ള ഒരു വ്യക്തി പറയുകയാ, ഞാൻ യേശു ക്രിസ്തുവിന്റെ അപ്പോസ്തോലനും അവന്റെ ദാസനുമാണ്. I am the doulos of Jesus Christ. I am the bond servant of Jesus Christ.
പ്രിയ ദൈവമക്കളെ, ഇവരൊക്കെ ഇത്ര ശ്രേഷ്ഠന്മാരായ ദൈവമക്കൾക്കൊക്കെ ദൈവത്തിൻ്റെ ദാസൻ എന്ന് പറയുവാൻ ഒരു മടിയും ഉണ്ടായിരുന്നില്ല. ഹല്ലേലൂയ. നമുക്കോ? നാം ദൈവത്തിൻ്റെ ദാസനാണെന്ന് പറയുവാൻ, ദാസിയാണെന്ന് പറയുവാൻ, ദൈവത്തിൻ്റെ ബോണ്ട് സെർവൻ്റ് ആണെന്ന് പറയുവാൻ, അവൻ്റെ ചൂടടയാളം പ്രാപിച്ച വ്യക്തിയാണെന്ന് പറയുവാൻ നാം എത്ര നാണിക്കുന്നു. നാം ഇവിടെ ചർച്ച വരുമ്പോൾ എല്ലാവരും പറയാം ദൈവദാസനാ ദൈവദാസിയാണെന്നൊക്കെ പറയും. യഥാർത്ഥത്തിൽ ഐ ആം എ പെൻഡക്കോസ്റ്റൽ ബിലീവർ എന്ന് പറയുവാൻ, സമൂഹത്തിൽ ഇറങ്ങി പറയുവാൻ എത്ര പേർക്ക് ധൈര്യമുണ്ട്? ഹല്ലേലൂയ. അതാണ് ദൈവം നമ്മിൽ നിന്നും ആഗ്രഹിക്കുന്നത്. ഞാൻ ഈ രീതിയിലുള്ള ഒരു വിശ്വാസിയാണ്. ഹല്ലേലൂയ. ഞാൻ കർത്താവിൻ്റെ ദാസനാണ്. ദൈവം എന്നെ വിളിച്ചു, വേർതിരിച്ചു. ഞാൻ കർത്താവിനോട് കൂടി ജീവിക്കുന്നവനാണ് എന്ന് പറയുവാൻ ദൈവം നമ്മളെക്കുറിച്ച് ആഗ്രഹിക്കും. ഞാൻ ഇന്ന് ഒരുപാട് സമയമൊന്നും എടുത്ത് നിങ്ങളുടെ സമയത്തെ അപഹരിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. നിങ്ങളുടെ മുമ്പാകെ ചില ചോദ്യങ്ങളെ വെക്കുവാൻ മാത്രമാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. നിങ്ങൾ സ്വയം ആ ചോദ്യങ്ങളെ ചോദിക്കണം, അതിനൊരു ഉത്തരം കണ്ടെത്തണം. ആ ഉത്തരം കണ്ടെത്തിയിട്ട് ഞാൻ എത്രത്തോളം ദൈവത്തിൽ ആയിരിക്കുന്നു, ഞാൻ എത്രത്തോളം ഇനി വളരുവാനുണ്ട്, ഞാൻ എത്രത്തോളം ദൈവത്തെ പ്രസാദിപ്പിക്കുവാനുണ്ട് എന്ന് സ്വയം അസസ് ചെയ്യേണ്ടിയിരിക്കുന്നു. നമുക്കറിയാം, നമ്മളൊക്കെ എക്സാം എഴുതിയിട്ടുള്ളവരോ അല്ലെ എക്സാമിന് വേണ്ടി കുഞ്ഞുങ്ങളെ പഠിപ്പിക്കുന്നവരോ ഒക്കെ അല്ലേ? അപ്പോൾ എന്താ ഈ എക്സാം എഴുതുമ്പോൾ എന്തിനാണ് എക്സാം നടത്തുന്നത്? എന്തിനു വേണ്ടിയിട്ടാണ്? പിള്ളേർക്ക് കുറേ മാർക്ക് കൊടുക്കാനാണ്? അല്ല, ഇവൻ എത്രമാത്രം ഇത് പഠിച്ചിരിക്കുന്നുവെന്ന് അറിയാനാണ്, എത്രമാത്രം ഇവൻ്റെ ഗ്രേഡ് എത്ര ആണെന്ന് മനസ്സിലാക്കാനാണ്. ഒരു കൊച്ചു കുഞ്ഞാണെങ്കിലും ഇപ്പോൾ ഈ പ്രീ നഴ്സറിക്കാർക്ക് വരെ ടെൻഷനും എക്സാമും ഒക്കെയാണ് അല്ലേ? അവർക്ക് വരെ ഇപ്പോൾ പണ്ടൊന്നും നമ്മൾ കേൾക്കാത്ത ഒരു ശബ്ദം ഈ ടെൻഷൻ എന്നുള്ളത്. ഒരു 40 വയസ്സിന് മേളുള്ളവരാരെങ്കിലും ടെൻഷൻ എന്നുള്ള വാക്ക് കേട്ടിട്ടുണ്ടോ? ഇല്ല, അന്ന് ടെൻഷനൊന്നുമില്ല. പക്ഷേ ഇന്നത്തെ കൊച്ചിനോട് ചോദിച്ചു കഴിഞ്ഞാൽ എന്നെ ടെൻഷൻ അടുപ്പിക്കല്ലേ എന്ന് പറയും അല്ലേ? ഞാൻ ആം ടെൻസ്ഡ്, ഞാൻ വളരെയധികം ടെൻസ്ഡ് ആണ്, ഡോണ്ട് ടോക്ക് ടു മീ ലൈക്ക് ദാറ്റ്, ഡോണ്ട് ബിഹേവ് ടു മീ ലൈക്ക് ദാറ്റ് എന്നൊക്കെ പറഞ്ഞു കളയും. എന്ന് പറഞ്ഞാൽ എന്താ, അവരത്രമാത്രം ഇപ്പോൾ പറഞ്ഞ കാര്യവും സത്യം കേട്ടോ. അന്ന് നമുക്കൊന്നും ടെൻഷനൊന്നുമില്ല. ഇന്നത്തെ പിള്ളേർക്ക് ഭയങ്കര ടെൻഷനാണ്, എക്സാം പേടിയുണ്ട്. വളരെയധികം പ്രയാസത്തിലും ബുദ്ധിമുട്ടിലും ഒക്കെ പല പിള്ളേരും എക്സാമിൻ്റെ തലേന്ന് പോയി പല കാര്യങ്ങളും ചെയ്തു കൂട്ടാറുണ്ട്. അതുകൊണ്ട് ഇന്ന് പിള്ളേരൊക്കെ ഭയങ്കര ടെൻസ്ഡാണ്. അതുകൊണ്ട് അവരോട് സംസാരിക്കുന്നു, അവരോട് ഇടപെടുന്നു സൂക്ഷിച്ച് വേണം. ഹല്ലേലൂയ. അപ്പോൾ ഇന്നത്തെ ഒരു ലോകത്തിൽ അങ്ങനെയുള്ളതാണ്. പക്ഷെ നമുക്ക് ദൈവവചനത്തിൻ്റെ അടിസ്ഥാനത്തിൽ we should assess ourselves. We should know that what is our status, how far we have grown in spirituality, what mark we can get, what is our grade. We should assess ourselves once in a while. പലപ്പോഴും നാം നമ്മെ തന്നെ ദൈവവചനത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഒന്ന് ശോധന ചെയ്യണം. ഞാൻ എത്രമാത്രം ദൈവത്തിൽ വളർന്നിരിക്കുന്നു, ഞാൻ എത്രമാത്രം കർത്താവിലായിരിക്കുന്നു, എൻ്റെ പ്രാർത്ഥനാ ജീവിതം എങ്ങനെയാണ്. ഒരിക്കൽ ബില്ലി ഗ്രഹാമിനോട് ഒരു വ്യക്തി ചോദിച്ചു, താങ്കൾ 10 വർഷത്തിന് മുമ്പ് ആയിരുന്ന ആത്മീക നിലവാരത്തിലാണോ ഇപ്പോഴും? അപ്പോൾ 10 വർഷത്തിന് മുമ്പാകെ അദ്ദേഹത്തിന് 10 മീറ്റിങ്ങുകൾ ഒരു മാസത്തിലുണ്ടായിരുന്നെങ്കിൽ ഇപ്പോൾ 30 മീറ്റിങ്ങുകളാണ്. അപ്പം നമുക്ക് ന്യായമായിട്ട് എന്ത് ചിന്തിക്കാം? 10 വർഷത്തിന് മുമ്പാകെ ഉണ്ടായിരുന്ന ബില്ലി ഗ്രഹാമിനേക്കാൾ കൂടുതലായിട്ട് ഇദ്ദേഹം വളർന്നു എന്ന് നമുക്ക് വേണമെങ്കിൽ ചിന്തിക്കാം. അപ്പോൾ യഥാർത്ഥത്തിൽ ബില്ലി ഗ്രഹാം എന്താണെന്ന് പറഞ്ഞതെന്നറിയാമോ? ഞാൻ 10 വർഷത്തേക്കാൾ ആത്മീകമായിട്ട് വളരെയധികം താഴേക്ക് പോയത്. എന്താ കാര്യമെന്നറിയാം? അന്ന് ഞാൻ 3 മണിക്കൂർ ഡെയിലി പ്രാർത്ഥിക്കുമായിരുന്നു. 10 ദൈവവചനത്തിലെ അധ്യായങ്ങൾ വായിക്കുമായിരുന്നു. ഇപ്പോഴെൻ്റെ പ്രാർത്ഥന 1 മണിക്കൂറാണ്. ഞാൻ വായിക്കുന്നത് 2 അധ്യായങ്ങളാണ്. അപ്പോൾ എൻ്റെ ആത്മീകമായ നിലവാരം താഴേക്ക് പോയിരിക്കുന്നു. മത്തായിയുടെ സുവിശേഷം 5-ാം അധ്യായത്തിൽ 5-ാം അധ്യായത്തിലേക്ക് കടന്നു വരുന്നത്. അവിടെ ഇപ്രകാരം എഴുതിയിരിക്കുന്നു,
ആത്മാവിൽ ദരിദ്രരായവർ ഭാഗ്യവാന്മാർ. അവർക്ക് എന്ത് ലഭിക്കുമെന്ന? സ്വർഗരാജ്യം അവർക്ക് ലഭിക്കും. ഈ ആത്മാവിൽ ദരിദ്രരായവർ എന്ന് പറഞ്ഞാൽ എന്താണ് അതിൻ്റെ അർത്ഥം? വാട്ട് ഈസ് ദ മീനിങ്? ബ്ലെസ്ഡ് ആർ ദ പൂർ ഇൻ സ്പിരിറ്റ്, ഫോർ theirs ഈസ് ദ കിങ്ഡം ഓഫ് ഗോഡ്. നമ്മളൊക്കെ പലപ്പോഴും ആത്മാവിൽ ധനികരായി. എന്താ? നമ്മൾ നമ്മളെ തന്നെ ഒന്ന് അസസ് ചെയ്തിട്ട് പറയും, ഐ ആം ഓക്കെ ബിക്കോസ് ഐ ഗോട്ട് 99 മാർക്സ് ഇൻ മൈ സ്പിരിച്വാലിറ്റി എന്ന് പറഞ്ഞാൽ എന്താ അതിൻ്റെ അർത്ഥം? ഐ എം റിച്ച്. ഒരുപാട് പണം അക്കൗണ്ടിൽ അങ്ങനെ കിടക്കുകയാണെങ്കിൽ എന്താ നമ്മൾ പറയുന്നത്? എനിക്ക് ഇഷ്ടം പോലെ പണം കിടക്കുക. മേ ബി 10 crores, 15 crores is there. I have no need of anything. എനിക്ക് ഒന്നിൻ്റെ ആവശ്യമില്ല, എല്ലാം കിടക്കുക. അങ്ങനെയുള്ളവരെന്താ പറയുന്നത്? ഐ എം റിച്ച്. ഇനി ആത്മാവിൻ്റെ കാര്യം ആത്മീകമായിട്ടൊന്ന് ചിന്തിച്ചേ. ആത്മീകമായി റിച്ച് ആണെങ്കിൽ നമ്മൾ നമ്മളെ തന്നെ എന്താ പറയുന്നത്? എനിക്കിനി ഒന്നിൻ്റെ ആവശ്യം, പ്രാർത്ഥനയുടെ ആവശ്യമൊന്നുമില്ല, എനിക്ക് ദൈവവചനം വായിക്കേണ്ട ആവശ്യമില്ല, ഐ എം റിച്ച്. ആത്മാവിൽ ദരിദ്രരായവർ ഭാഗ്യവാന്മാരെന്ന് കർത്താവ് പറഞ്ഞതിൻ്റെ ഉദ്ദേശം എന്താണെന്ന് അറിയാം? ഞാൻ പോരാ, ആത്മീകമായിട്ട് പോരാ. ഐ ഹാവ് നോട്ട് റീച്ച്ഡ് ദ ഫിനിഷിംഗ് പോയിന്റ്. നമുക്ക് നോക്കാം പൗലോസ് അപ്പോസ്തലൻ എന്താ പറയുന്നത്? ഞാൻ പിടിച്ചു എന്നല്ല, പിടിക്കാമോ എന്ന് വെച്ച് ഓടുന്നതേ ഉള്ളൂ. ഞാൻ ഇതുവരെ പിടിച്ചിട്ടില്ല എന്ന് പറഞ്ഞാൽ എന്താ? ഇനിയും ഐ ഹാവ് ടു സ്ട്രൈവ് ഫോർവേഡ്, ഐ ഹാവ് ടു വർക്ക് ഹാർഡ്. എന്നെ ആത്മീക നിലവാരത്തെ അല്പം കൂടി ഉയർത്തുവാൻ ഞാൻ ഇനിയും ഹാർഡ് വർക്ക് ചെയ്യേണ്ടതായിട്ടുണ്ട്. അങ്ങനെയുള്ള മെൻറ്റാലിറ്റി ഉള്ളവരെ കുറിച്ചാണ് കർത്താവ് പറയുന്നത് ആത്മാവിൽ ദരിദ്രരായവർ. നമ്മൾ എത്ര പേർ ആത്മാവിൽ ദരിദ്രരായിട്ടുള്ളവരുണ്ട് ഇവിടെ? റിച്ച് ആയിട്ടുള്ളവരാരെങ്കിലും ഉണ്ടെന്ന് കൈ കാണിച്ച്. പ്രൈസ് ഗോഡ്. എനിക്കൊരു കൈയും കാണാൻ കഴിയുന്നില്ല. നമ്മൾ ആത്മാവിൽ ദാരിദ്ര്യമുള്ളവരായിരിക്കണം. പോരാ, ഇന്നലത്തേക്കാൾ എനിക്ക് അല്പം കൂടെ ഒരു സ്റ്റെപ്പ് കൂടെ മുമ്പോട്ട് വെക്കണം. എൻ്റെ ആത്മീക ജീവിതത്തിൽ, എൻ്റെ പ്രയർ ലൈഫിൽ, എൻ്റെ ദൈവവചന ധ്യാനത്തിൽ, കർത്താവിനോട് സംസാരിക്കുന്നതിൽ, അന്യഭാഷയിൽ ദൈവത്തെ ആരാധിക്കുന്നതിൽ ഞാൻ ഇന്നലത്തേക്കാൾ അല്പം കൂടെ മുമ്പിലായിരിക്കണം. ഞാൻ പലരും പറയുന്നത് കേട്ടാണ്, ഞാൻ രക്ഷിക്കപ്പെട്ട നാളിൽ എന്തായിരുന്നെന്നറിയാമോ? ഐ വാസ് ഫയർ. ഞാൻ തീയായിരുന്നു. പക്ഷെ ഇന്നോ തണുപ്പൊക്കെ വന്നുപോയി, നടുവിനൊരു വേദന വന്നതോടുകൂടി ഞാൻ ഇരുന്നു പോയി. ഇപ്പം എഴുന്നേക്കാൻ വയ്യ. ദൈവത്തിനെല്ലാം അറിയാമല്ലോ. അപ്പോൾ എന്താ? ഞാൻ തണുത്തുപോയി. ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നത് അങ്ങനെയല്ല. എന്താ? അന്നത്തേക്കാൾ ഒരു പടിയും കൂടെ, ഒരു ചുവട് കൂടെ മുമ്പോട്ടായിരിക്കണം. അങ്ങനെയുള്ളവരാണ് ആത്മാവിൽ ദാരിദ്ര്യം അനുഭവിക്കുക. ആ ഒരു ചിന്താഗതി നമുക്കുണ്ടെങ്കിൽ, പോരാ കർത്താവേ, ഞാൻ ഇന്നലത്തേക്കാൾ ഒട്ടും പിറകിലോട്ട് പോകുവാൻ ആഗ്രഹിക്കുന്നില്ല, ഞാൻ ആഗ്രഹിച്ച അത്രത്തോളം എത്തിയിട്ടില്ല കർത്താവേ, ഇനിയും വളരുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ഇവിടെ ജൂഡും പറയുന്നത് അതുമാത്രമാണ്. ഞാൻ ഇന്നലെ ഈ കർത്താവിനെ അനുസരിച്ചിരുന്നില്ല, ഞാൻ അംഗീകരിച്ചിരുന്നില്ല, അവനിൽ വിശ്വസിച്ചിരുന്നില്ല. അപ്പോൾ ഞാൻ ഇവനെ അനുസരിച്ചപ്പോൾ, ഇവൻ്റെ രക്ഷയെ എനിക്ക് മനസ്സിലാക്കിയപ്പോൾ, കർത്താവിനോട് ചേരുവാൻ ഞാൻ സ്നാനമേറ്റപ്പോൾ, എൻ്റെ പഴയ മനുഷ്യനെ കുഴിച്ചിട്ടപ്പോൾ ഞാൻ അല്പം കൂടി ഉയർന്നു വന്നു. ഇത് പോരാ, ഇനിയും ഞാൻ ഉയരുവാൻ ആഗ്രഹിക്കുന്നു. ഞാൻ യേശു ക്രിസ്തുവിൻ്റെ ദാസനാണെങ്കിൽ മാത്രമേ ആ ഒരു ചിന്താഗതി എനിക്കുണ്ടാവുകയുള്ളൂ എന്നാണ് ഇവിടെ പറയുന്നത്. ഹല്ലേലൂയ. ഇതേ വർത്തമാനം തന്നെയാണ് യാക്കോബും പറഞ്ഞത്. യാക്കോബ് അതിൻ്റെ 1-ാം അധ്യായത്തിൻ്റെ 1-ാം വാക്യം വായിച്ചാട്ടെ. ജെയിംസ് ചാപ്റ്റർ 1:1. ചിതറിപ്പാർക്കുന്ന 12 ഗോത്രങ്ങൾക്കും വന്ദനം. എൻ്റെ സഹോദരന്മാരെ, നിങ്ങൾ വിവിധ പരീക്ഷകളിൽ അകപ്പെടുമ്പോൾ. മതി. യാക്കോബ് മറ്റൊരർത്ഥ സഹോദരനാ. യൂഡ് പറഞ്ഞു ഞാൻ യാക്കോബിൻ്റെയും സഹോദരനാണെന്ന് പറഞ്ഞു. ആ യാക്കോബ് ഒരു ലേഖനം എഴുതുമ്പോൾ പറയുന്നത് ഞാനും ആരാ?
ഞാനും കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ദാസന. ഐ ആം ദ ഡൂലോസ് ഓഫ് ജീസസ് ക്രൈസ്റ്റ്, ബോണ്ട് സെർവൻ്റ് ഓഫ് ജീസസ് ക്രൈസ്റ്റ്. ഇനി യേശു ക്രിസ്തുവിൻ്റെ മാർവോട് ചേർന്നിരുന്ന ഒരു വ്യക്തിയാണ് യോഹന്നാൻ, ഇല്ലേ? സാധാരണ നമ്മുടെ അടുത്തിരിക്കുന്നവർ നമ്മുടെ ഹൃദയത്തിൻ്റെ സ്പന്ദനത്തെ അറിയുന്നവരാണ്. താൻ കർത്താവിന് വേണ്ടി അല്ലെങ്കിൽ നമുക്ക് വേണ്ടി ഒരു പുസ്തകം എഴുതിയപ്പോൾ, വെളിപ്പാട് പുസ്തകം 1-ാം അധ്യായത്തിന് 1-ാം വാക്യം വായിക്കാം. തൻ്റെ ദാസന്മാരെ കാണിക്കേണ്ടതിന്. അപ്പോൾ എന്താ? സ്വയം പറയുകയാണ്, യേശു ക്രിസ്തുവിൻ്റെ ദാസനാ ഞാനും യേശു ക്രിസ്തുവിൻ്റെ ഒരു ദാസന. എന്നെ ദൈവം ഒരു ദർശനത്തിൽ കാണിച്ചത് മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കുവാനായിട്ട് എഴുതുന്നതാണിത്. അപ്പോൾ ഇവരൊക്കെ ക്രിസ്തീയ ഗോളത്തിൽ ചെറിയ മനുഷ്യരൊന്നുമല്ല, വലിയ പേരുള്ളവരാണ്. പത്രോസ്, പൗലോസ്, യാക്കോബ്, യോഹന്നാൻ, ഇവരൊക്കെ ക്രിസ്തീയ ഗോളത്തിൽ വലിയ വലിയ പേരുള്ളവരാണ്. കർത്താവിൻ്റെ ദൈവവചനം നേരിട്ട് പകർന്നു വാങ്ങിയവരാണ്. അതൊക്കെ എഴുതി പിടിപ്പിച്ചവരാണ്, നമുക്ക് വേണ്ടി എഴുതി തന്നവരാണ്. അവരൊക്കെ പറയുകയാണ്, ഞാൻ കർത്താവിൻ്റെ ദാസനാണ്. ഇനി നാം ചിന്തിക്കുവാൻ പോകുന്നത് ദാസത്വത്തിൻ്റെ 7 മാർക്കുകളെ പറ്റി. 7 മാർക്ക്, 7 മാർക്സ് ഓഫ് ഡൂലോസ് അല്ലെങ്കിൽ സെർവൻസ്. ഒരു സെർവൻറ്റിൻ്റെ 7 മാർക്ക് എന്തൊക്കെയാണ് എന്ന് നമുക്ക് ചിന്തിക്കുവാൻ നോക്കാം. ഒന്നാമതായിട്ട്, ഒരു സെർവൻ്റ് എന്ന് പറഞ്ഞാൽ അവൻ സെൽഫ് സറണ്ടേഡ് ആയിരിക്കണം. ഇത് സാധാ സെർവൻറ്റിനെ കുറിച്ചല്ല ഞാൻ പറയുന്നത്, ബോണ്ട് സെർവൻറ്റിനെ കുറിച്ചാണ് പറയുന്നത്. ഞാൻ മുമ്പേ പറഞ്ഞല്ലോ, സാധാ സെർവൻസ് ഉണ്ട്. അവരെന്താ ചെയ്യുന്നത്? എപ്പോഴാണ് എനിക്ക് എൻ്റെ സാലറി കിട്ടുന്നത് എന്ന് ചിന്തിക്കും. ഒരു മാസം നമ്മുടെയൊക്കെ വീടുകളിൽ ഹൗസ് മെയ്ഡ്സും ഒക്കെ വരാറുണ്ടല്ലേ, അല്ലെങ്കിൽ എന്തെങ്കിലും. അവരൊക്കെ എന്താ പറയുന്നത്? 30-ാം തീയതി ശമ്പളം കിട്ടണം. അതാണ് നമ്മൾ പറയും, നമ്മുടെ സെർവൻ്റ് ഇന്ന് വന്നില്ല എന്ന് പറയില്ലേ. അവരെന്താ? ദേ ആർ സാലറീഡ്. അവർക്ക് സാലറി കിട്ടും, അതിനു വേണ്ടിയിട്ടാണ് അവർ വർക്ക് ചെയ്യുന്നത്. എന്നാൽ ഡൂലോസ് എന്ന് പറയുന്നത് അങ്ങനെയല്ല. സെൽഫ് സറണ്ടേഡ് സെർവൻറ്റ്, കർത്താവിന് വേണ്ടി സ്വയം സമർപ്പിച്ച, മാസ്റ്ററിന് വേണ്ടി സ്വയം സമർപ്പിച്ച ദാസൻ. ഈ ഞാൻ പറഞ്ഞല്ലോ, പത്രോസിനെ പറ്റി പറഞ്ഞു, യോഹന്നാനെ പറ്റി പറഞ്ഞു, പൗലോസിനെ പറ്റി പറഞ്ഞു. ഇവരൊക്കെ കർത്തൃവേലയ്ക്ക് വേണ്ടി ദൈവത്തിൻ്റെ ദാസന്മാരായി സറണ്ടർ ചെയ്തവരാ. നമ്മുടെ സ്റ്റാറ്റസ് എന്താ ഇപ്പോൾ? കർത്താവിനാൽ വിളിക്കപ്പെട്ടവരല്ലേ? നാം ഒക്കെ പരിശുദ്ധാത്മാഭിഷേകം പ്രാപിച്ചത് എന്തിനു വേണ്ടിയിട്ടാണ്? നമ്മൾ എന്തിനാണ് പരിശുദ്ധാത്മാഭിഷേകം പ്രാപിച്ചത്? ആരെങ്കിലും നിങ്ങളുടെ ആൻസർ കേൾക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. എന്തിനു വേണ്ടിയിട്ടാണ് പരിശുദ്ധാത്മാഭിഷേകം പ്രാപിച്ചത്? അന്യഭാഷ പറയാനാ? ചർച്ചയിൽ വരുമ്പോൾ തകർത്തു വാരി അന്യഭാഷ പറഞ്ഞിട്ട് തിരിച്ചു പോകാനാ? ദൈവത്തിൻ്റെ വചനം പറയുന്നു കർത്താവിൻ്റെ സാക്ഷികളാകുവാൻ. കർത്താവിൻ്റെ സാക്ഷികളാകുവാനാണ് പരിശുദ്ധാത്മാഭിഷേകം പ്രാപിച്ചത്. ദാറ്റ് ഈസ് ദ പ്രൈമറി തിങ്. വി ഹാവ് റിസീവ്ഡ് ദ ഹോളി സ്പിരിറ്റ് ടു ബി വിറ്റ്നസസ് ഓഫ് ക്രൈസ്റ്റ്. കർത്താവിൻ്റെ സാക്ഷികളാകുവാനായിട്ടാണ് പരിശുദ്ധാത്മാഭിഷേകം പ്രാപിച്ചത്. സെക്കൻഡറി തിങ് ആണ് കർത്താവിനെ ആരാധിക്കുവാൻ, അന്യഭാഷ പറയുവാൻ, ദൈവകൃപയിൽ വ്യാപരിക്കുവാൻ. ഇതൊക്കെ സെക്കൻഡറി. ഫസ്റ്റ് പ്രയോറിറ്റി നമുക്ക് പരിശുദ്ധാത്മാവിനെ പ്രാപിച്ചതിൽ നിന്ന് ലഭിക്കേണ്ടത് നാം കർത്താവിൻ്റെ സാക്ഷികളാകുവാൻ. ഇവിടെ വീണ്ടും നാം വായിക്കുന്നു, എ സെൽഫ് സറണ്ടേർഡ് മാൻ ഓൺലി ക്യാൻ ബി കോൾഡ് ഡൂലോസ് ഓഫ് ക്രൈസ്റ്റ്. കർത്താവിൻ്റെ ദാസൻ എന്ന് വിളിക്കപ്പെടണമെങ്കിൽ അവൻ സ്വയം സമർപ്പിച്ചവനായിരിക്കണം. എന്തു മാസ്റ്റർ പറഞ്ഞാലും അത് കേൾക്കുക മാത്രമല്ല, അത് ചെയ്യുവാൻ താല്പര്യവുമുള്ളവനായിരിക്കണം. ഹല്ലേലൂയ. ഒരിക്കൽ ഈ ദാസൻ
ഒരു സാധാരണ ദാസനായിരുന്നു. തൻ്റെ മാസ്റ്റർ ഒരുപക്ഷെ അടിമച്ചന്തയിൽ നിന്ന് അവനെ വാങ്ങിയതായിരിക്കാം, ഇല്ലെങ്കിൽ തൻ്റെ ഭവനത്തിലുള്ള ഒരു സെർവൻറ്റിൻ്റെ മകനായി പിറന്നവനായിരിക്കാം, മകളായി പിറന്നവളായിരിക്കാം. അപ്പോൾ ഒരു സാധാരണ ദാസനായിട്ട് താൻ ഈ ഭവനത്തിൽ വന്നതാണ്. പക്ഷേ ഈ മാസ്റ്ററിൻ്റെ സ്നേഹം, ഈ മാസ്റ്ററിൻ്റെ ജീവിതം, ഈ മാസ്റ്ററിനെ അടുത്തറിഞ്ഞപ്പോൾ ഈ ദാസൻ പറയുകയാണ്, ഇനി എനിക്ക് ഈ മാസ്റ്ററിനെ വിട്ടിട്ടെങ്ങും പോകണം, എനിക്ക് ഈ മാസ്റ്ററിനെ കളഞ്ഞിട്ടുള്ള ഒരു ജീവിതം വേണ്ട. അപ്പോൾ എന്തു ചെയ്യും? ഈ മാസ്റ്ററിൻ്റെ അടുക്കൽ ചെന്നിട്ട് സെർവൻറ്റ് പറയുകയാണ്, മാസ്റ്റർ, ഐ ഡു നോട്ട് വാണ്ട് ടു ഗോ അവേ ഫ്രം യു. എനിക്ക് നിന്നെ വിട്ടിട്ട് പോകാൻ ആഗ്രഹമില്ല, എനിക്ക് നിന്നോട് കൂടെ ഇരിക്കുവാൻ ആഗ്രഹിക്കുന്നു, നീ എന്തു പറഞ്ഞാലും ചെയ്യുവാൻ ആഗ്രഹിക്കുന്നു, ഞാൻ നിന്റെ ദാസനായി തുടരുവാൻ ആഗ്രഹിക്കുന്നു. അപ്പോൾ എന്താ ചെയ്യുന്നത്? ഈ ദാസനെ മാസ്റ്റർ പിടിച്ചുകൊണ്ട് പോകും. പോയിട്ട് ലേവ്യ പുസ്തകം നാം വായിക്കുമ്പോൾ ലേവ്യ പുസ്തകത്തിൻ്റെ പ്രമാണം അനുസരിച്ച് ഇവനെ എന്തു ചെയ്യും? ഇവൻ്റെ കാത് കട്ടള പടിയിൽ അല്ലെങ്കിൽ വാതിൽക്കൽ വെച്ച് അവൻ്റെ കാതിൽ ഒരു കിഴുത്തയിടും. അല്ലെങ്കിൽ എന്ത് ചെയ്യുമെന്നറിയാമോ? ഹീ വിൽ ബി ബ്രാൻഡഡ് വിത്ത് ആൻ അയൺ റോഡ്. ചൂടാക്കി, നമുക്കറിയാം പശുക്കളെയൊക്കെ ഒരു ബ്രാൻഡ് ചെയ്യുന്നില്ലേ? എങ്ങനെ? തീക്കകത്ത് വെച്ച ഒരു ഇരുമ്പ് കഷ്ണം എടുത്തിട്ട് മൃഗത്തിൻ്റെ മേൽ ബ്രാൻഡ് ചെയ്യുന്നത് പോലെ ഈ സെർവൻറ്റിനെ ബ്രാൻഡ് ചെയ്യും. ബ്രാൻഡ് ചെയ്ത് കഴിഞ്ഞാൽ അന്ന് തൊട്ട് ഹീ ബിക്കംസ് എ ഡ്യൂലോസ് ഫോർ ഹിസ് മാസ്റ്റർ. അന്ന് തൊട്ട് അവൻ്റെ മാസ്റ്ററിൻ്റെ ബോണ്ട് സെർവൻ്റായി തീരുകയാണ്. ഹല്ലേലൂയ. നമ്മളിൽ എത്ര പേര് സാധാ സെർവൻ്റായിട്ട് ദൈവത്തെ ആരാധിക്കുന്നു? നമ്മിൽ എത്ര പേര് കർത്താവിൻ്റെ ബോണ്ട് സെർവൻ്റായി തീർന്നിരിക്കുന്നു? പത്രോസും യോഹന്നാനും യാക്കോബും പൗലോസും ഒക്കെ സാധാ സെർവൻ്റായിട്ട് വന്നവരാണ്. പക്ഷേ ഈ കർത്താവിൻ്റെ സ്നേഹത്തെ മനസ്സിലാക്കിയപ്പോൾ ഇവർ പറയുകയാണ്, ഇനി മുതൽ ഞാൻ സാധാ സെർവൻ്റ് അല്ല. അവൻ പറയുന്നതൊക്കെ അനുസരിക്കുന്ന സാധാ സെർവൻ്റ് അല്ല ഞാൻ. എനിക്കൊരു എന്തെങ്കിലും കിട്ടുമെന്ന പ്രതീക്ഷയിലല്ല ഞാൻ ഇനി ജീവിക്കുന്നത്. ഐ ആം ഗോയിങ് ടു ബി ദ ബോണ്ട് സെർവൻ്റ് ഓഫ് ക്രൈസ്റ്റ്. ഞാൻ ഈ കർത്താവിൻ്റെ ഡൂലോസായി തീരുവാൻ ആഗ്രഹിക്കുന്നു, അവൻ്റെ ബോണ്ട് സെർവൻ്റായി തീരുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. നമ്മൾ എത്ര പേര് ഇന്ന് പകൽക്കാലം പറയും, ഞാൻ എൻ്റെ കർത്താവിൻ്റെ ബോണ്ട് സെർവൻ്റാണ്, അവൻ എന്തു പറഞ്ഞാലും ചെയ്യും, അവനെ അനുസരിക്കും, അവനോടുകൂടെ ജീവിക്കും, അവനെ വിട്ടിട്ട് എനിക്കൊരു ജീവിതം വേണ്ട എന്ന് എത്ര പേരെന്ന് തീരുമാനമെടുക്കും? ഹല്ലേലൂയ. കർത്താവ് അതാണ് നമ്മിൽ നിന്നും ആഗ്രഹിക്കുന്നത്. ഹല്ലേലൂയ. അതാണ് കർത്താവ് നമ്മിൽ നിന്നും ആഗ്രഹിക്കുന്നത്. ഹല്ലേലൂയ. നാം ദൈവവചനങ്ങളൊക്കെ വായിക്കുമ്പോൾ പലപ്പോഴും ഇമോഷണലി ക്യാരിഡ് ഔട്ട് ആവാറുണ്ട്. പ്രസംഗങ്ങൾ കേൾക്കുമ്പോൾ അങ്ങനെയൊക്കെ ആകാറുണ്ട്. പക്ഷെ അതല്ല നമ്മുടെ ആവശ്യം. പിന്നെയോ ഇതിനെക്കുറിച്ച് സ്വയം ചിന്തിക്കുക, ഞാൻ എത്രമാത്രമായി തീർന്നിട്ടുണ്ട്. സാധാരണ പ്രസംഗങ്ങൾക്കൊക്കെ ഉള്ള ഒരു കുഴപ്പം എന്താണെന്നറിയാമോ? മനുഷ്യൻ യഥാർത്ഥത്തിൽ ഒരു 15-20 മിനിറ്റ് മാത്രമേ എന്ത് ചെയ്യാൻ പറ്റത്തുള്ളൂ? കോൺസെൻട്രേറ്റ് ചെയ്ത് ദൈവവചനം കേൾക്കാൻ പറ്റും. ദൈവവചനമല്ല, എന്തോ പ്രസംഗിച്ചാലും കേൾക്കാൻ പറ്റുള്ളൂ. ഒരു മണിക്കൂർ, എനിക്കിപ്പോൾ 1 മണിക്കൂർ തന്നിട്ടുണ്ട്, ഞാൻ 1 മണിക്കൂറിനകത്ത് നിർത്തും. അപ്പോൾ ഈ 1 മണിക്കൂർ കേൾക്കുന്നതിനകത്തുനിന്ന് എത്ര % കേൾക്കും? മാക്സിമം 25%. അപ്പോൾ ഈ കേട്ടിട്ട് പോകുന്നത് എന്താണെന്നറിയാമോ? ഈ ഗേറ്റ് അങ്ങോട്ട് കഴിയുമ്പോഴേ ഒരു 50% അങ്ങ് പോകും. വീട്ടിൽ ചെല്ലുമ്പോൾ പിന്നെ ഒരു 25% കൂടെ പോകും. ബാക്കി എത്ര ശേഷിച്ചിരിക്കുന്നു? 25%. ഈ 25% ഒരാഴ്ച കഴിയുമ്പോൾ അത് ഒരു പദമായിട്ട് തരും. നിങ്ങൾ ഇനി അടുത്ത ആഴ്ച ഇത് ചോദിച്ചു കഴിഞ്ഞാൽ പാസ്റ്റർ ജോർസൺ അങ്ങ് കമ്മനഹള്ളിയിൽ നിന്ന് കടന്നു വന്ന് പ്രസംഗിച്ചത് ഡൂലോസ് എന്ന് പറയുന്ന സെർവൻറ്റിനെ പറ്റി അതിനകത്ത് തീരും. എനിക്കറിയാൻ നന്നായിട്ട്. പിന്നെ ആരെങ്കിലുമൊക്കെ ഇച്ചിരൂടെയൊക്കെ ഓർത്തു വെച്ചാൽ ഭാഗ്യം. നിങ്ങളുടെ ദൈവദാസനായ പാസ്റ്റർ ഷാജി എടുക്കള ഈ പുൾപ്പറ്റിൽ നിന്നുകൊണ്ട് എത്ര ആയിരം പ്രസംഗങ്ങൾ പ്രസംഗിച്ച് കാണും? എത്ര ആയിരം പ്രസംഗിച്ച് കാണും? നമ്മൾ എത്ര നമ്മുടെ ഹൃദയത്തിലുണ്ട്? അതെന്തുകൊണ്ടാണെന്നറിയാമോ? ബെരോവയിലുള്ള ദൈവവിശ്വാസികൾ എങ്ങനെയുള്ളവരായിരുന്നു?
എങ്ങനെയുള്ളവരായിരുന്നു? ഒന്ന് ഉറക്കെ പറയുന്നത്, എനിക്ക് അറിഞ്ഞുകൂടാഞ്ഞിട്ടല്ലേ. അങ്കിള് പറഞ്ഞത് കറക്റ്റാ. എന്താ ഇത് കേട്ടതൊക്കെ ശരിയാണെന്ന്. ഈ ഒരുത്തൻ ഇവിടെ വന്ന് പൂൾപ്പിറ്റേ കയറി ഇന്ന് അടിച്ചു വിട്ടിട്ട് പോയി ഇതെല്ലാം ശരിയാണെന്ന് പറഞ്ഞിട്ട് കയ്യും പൊക്കിയിട്ട് പോകാനല്ല. പിന്നെയോ വീട്ടിൽ ചെന്നിട്ട് ഇത് അങ്ങനെ തന്നെ ആണോ ഈ പറഞ്ഞ റെഫറൻസ് ശരിയാണോ, ഈ പറഞ്ഞ കാര്യം ഈ ഗ്രീക്ക് പദമൊക്കെ പറഞ്ഞ് ഇത് അങ്ങനെ തന്നെ ആണോ എന്നൊക്കെ ഒന്ന് നോക്കണം, ഒന്ന് ചിന്തിക്കണം. പറഞ്ഞതെല്ലാം ശരിയാ, ഓക്കെ ഞങ്ങളും തലയാട്ടി, അത് അങ്ങനെ തന്നെ ആയിരിക്കും എന്ന് ചിന്തിക്കുവാനല്ല ദൈവം നമ്മെ വിളിച്ചിരിക്കുന്നത്. അത് അങ്ങനെ തന്നെയോ? ഇനി ചിലർക്കൊരു ചിന്താഗതിയുണ്ട്, ഇവിടെ നിന്ന് എന്തെങ്കിലും പറഞ്ഞാൽ അത് അങ്ങനെ തന്നെ ഏറ്റെടുത്തില്ലെങ്കിൽ പാപം. അങ്ങനെയൊന്നുമില്ല കേട്ടോ. ഞാനങ്ങനെ അതിനൊന്നും അംഗീകരിക്കത്തില്ല. നിങ്ങൾ എന്ത് ചെയ്യണം? ഇത് ഇങ്ങനെ തന്നെയാണോ, പറഞ്ഞത് ശരിയാണോ എന്ന് എന്ത് ചെയ്യണം? ചോദന. ഇല്ലെങ്കിൽ എന്ത് പറ്റുമെന്നറിയാമോ? യൂത ലേഖനം എഴുതിയതുപോലെ ഇനി ആരെങ്കിലും ലേഖനം എഴുതേണ്ടി വരും. അപ്പോസ്റ്റസി, അവിശ്വാസം കയറി വരുമെന്നേ. അങ്ങനെ തന്നെ ഒന്ന് ചിന്തിക്കാത്തത് കൊണ്ടായി കുഴപ്പം വരുന്നേ. ഇന്ന് പ്രത്യേകിച്ച് ഈ കാലഘട്ടത്തിൽ നമുക്ക് പലതരം മീഡിയയിലൂടെ പലരും പലതും പ്രസംഗിച്ചു കൂട്ടുന്നുണ്ട്, ഇല്ലേ? ഇതെല്ലാം ഒന്നും കൂടെ വിഴുങ്ങരുത്. കിട്ടുന്ന എല്ലാം അങ്ങ് പോട്ടെന്ന് കരുതി ദഹനക്കേടുണ്ടാകും. ദൈവവചനത്തിൽ ഇപ്രകാരം പറയുന്നത്, ദ ഡോക്ട്രിൻ ഈസ് ഫിനിഷ്ഡ്, ദ കാനോൻ ഈസ് ഫിനിഷ്ഡ്. ഇഫ് എനിത്തിങ് ന്യൂ കംസ്, it is not from the word of God. If it is new, it is an apostasy. എന്നാ പറയും? എന്ന് പറഞ്ഞാൽ എന്താ? ദൈവവചനം പുള്ളി നമുക്ക് ലഭിച്ചില്ലേ, കിട്ടി. ഇനി എന്തെങ്കിലും പുതിയതാണെന്നും പറഞ്ഞുകൊണ്ട് ആരെങ്കിലും തന്നാൽ എന്താണെന്ന് എന്തല്ല അത്? ദൈവവചനം അല്ല. അപ്പോൾ ഒരു പാസ്റ്റർ പേരെത്രയോ വലിയവനായിക്കൊള്ളട്ടെ, വലിയ പാസ്റ്റർ ആയിക്കൊള്ളട്ടെ, പക്ഷെ എന്തെങ്കിലും പുതുതാണെന്നും പറഞ്ഞുകൊണ്ട് തന്നാൽ ഇതിനകത്ത് ഇല്ലാത്തതാണെങ്കിൽ എന്താ അതിൻ്റെ അർത്ഥം? ദുരുപദേശമാണെന്ന് അതിൻ്റെ അർത്ഥം. ആളിൻ്റെ പേര് നോക്കിയല്ല പോകേണ്ടത്, ദൈവവചനത്തിന് അടിസ്ഥാനപ്പെട്ട അതിനനുസരിച്ച് പോകുന്നതിനെ മാത്രമേ എടുക്കാവൂ. എത്ര വലിയ ആള് പറഞ്ഞാലും അതേ എടുക്കാവൂ. ഇനി നാളെ ഞാനാ പറയുന്നതെങ്കിലും ഞാൻ പറയുന്നത് നിങ്ങൾ എടുക്കരുത്. ദൈവവചനത്തിന് വിരുദ്ധമായിട്ടാണ് വരുന്നതെങ്കിൽ നിങ്ങൾക്കതിനുള്ള ആർജവം ഉണ്ടായിരിക്കണം. ഒന്നിച്ച് പറഞ്ഞാൽ ചിലപ്പോൾ പറയും, അയ്യോ പാസ്റ്റർ അവിടെ ഒന്ന് പ്രസംഗിച്ച് ഞാൻ കയറി പറയുന്നത് ശരി, ഞാൻ അങ്ങോട്ട് ഇറങ്ങുമ്പോഴെങ്കിലും പറയണം ഇത് ഇങ്ങനൊന്നും അല്ല കേട്ടോ, വേറെ അങ്ങ് പോയി പ്രസംഗിച്ചേക്കരുതെന്ന് പറയണം. ദൈവവചനത്തിന് അനുസരിച്ചുള്ളത് മാത്രം പ്രസംഗിക്കുന്നവരായിരിക്കണം, അത് മാത്രം ഏറ്റെടുക്കുന്നവരായിരിക്കണം. ഇവിടെ യൂദ ഈ ലേഖനം എഴുതുവാനുള്ള കാരണമേ ഇത് തന്നെ. അതിനെപ്പറ്റിയൊന്നും അല്ലല്ലോ ഞാനിന്ന് പറയുന്നത്. നാം വിസിബിൾ മാർക്ക് ഉണ്ടായിരിക്കണം. ഫസ്റ്റ് ഒരു സറണ്ടറിങ് മെൻറ്റാലിറ്റി ഉണ്ടായിരിക്കണം. നമ്മുടെ മാസ്റ്ററിൻ്റെ മുമ്പാകെ സർവവും സമർപ്പിക്കുന്ന ഒരു വ്യക്തി ആയിരിക്കണം. ദാറ്റ് ഈസ് ദ ഫസ്റ്റ് മാർക്ക് ഓഫ് എ സെർവൻറ്റ്. രണ്ടാമതായിട്ട്, ഡ്യൂലോഷിപ്പ് ഈസ് എ ലോങ് ടേം കമ്മിറ്റ്മെൻറ്റ്. നമുക്കറിയാം, ഒരു കമ്പനിയിൽ നമ്മൾ ജോലിക്ക് ചെന്ന് കഴിഞ്ഞാൽ ചിലപ്പോൾ അവർ പറയും ഒരു 2 വർഷത്തെ എന്താ പറയുക കോൺട്രാക്റ്റ് എഴുതണമെന്ന് പറയും. 2 വർഷത്തെ കോൺട്രാക്റ്റ് വേണം, ഉണ്ടെങ്കിൽ മാത്രമേ ഇവിടെ ജോലി വരുത്തുള്ളൂ. അപ്പോൾ എന്ന് പറയുന്നത് പോലെ തന്നെ നാം സെൽഫ് സറണ്ടർ ചെയ്തിട്ട് നീ എൻ്റെ മാസ്റ്ററാണ്, നിന്നെ ഞാൻ ആജീവനാന്തകാലം സേവിക്കുവാൻ ആഗ്രഹിക്കുന്നു എന്ന് പറയുന്നവനാണ് യഥാർത്ഥ ഡ്യൂലോഷിപ്പ്. ഡ്യൂലോസ് എന്ന് പറയുന്ന അല്ലെങ്കിൽ ബോണ്ട് സർവൻ്റ് എന്ന് പറയുന്നവൻ 6 മാസത്തേക്ക് അല്ലെങ്കിൽ ഒരു 5 കൊല്ലത്തേക്ക്, ഇല്ലെന്നുണ്ടെങ്കിൽ എൻ്റെ മോളെ കെട്ടിക്കുന്ന കാലം വരെ എന്നൊന്നുമല്ല. പിന്നെ എങ്ങനെയാ? ആജീവനാന്തകാലം. കർത്താവ് ഈ മണ്ണിൽ നിന്നും എന്നെ എടുക്കുന്നതുവരെ ഞാൻ കർത്താവിനെ എൻ്റെ മാസ്റ്ററായി മാറ്റിയിരിക്കുന്നു. ഇനി എനിക്ക് വേറൊരു മാസ്റ്റർ വേണ്ട, എന്ന് ചിന്തിക്കണം. എ ലോങ് ടേം കമ്മിറ്റ്മെൻറ്റ് വി ഷുഡ് ഹാവ്. നമുക്ക് കർത്താവുമായിട്ട്, നമ്മുടെ മാസ്റ്റർ ആയിരിക്കുന്ന കർത്താവുമായിട്ട് ഒരു ലോങ് ടേം കമ്മിറ്റ്മെൻ്റ് ഉണ്ടായിരിക്കണം. ലോങ് ടേം എന്നല്ല യഥാർത്ഥത്തിൽ അതിൻ്റെ വാക്കിൻ്റെ വാക്ക്, ലൈഫ് ലോങ് കമ്മിറ്റ്മെൻറ്റ്. ജീവിത അവസാനം വരെ, അന്ത്യത്തോളം, ഈ ഭൂമിയിൽ നിന്നും ഞാൻ പോകുന്നതുവരെ കർത്താവിൻ്റെ മാസ്റ്ററാണ്. ഹീ ഈസ് മൈ മാസ്റ്റർ, ഐ ഹാവ് നോ അതർ മാസ്റ്റർ. കർത്താവ് തന്നെ പറയുന്നു, നിങ്ങൾക്ക് 2 യജമാനന്മാരെ
സേവിപ്പാൻ കഴിയത്തില്ല. നമ്മൾ അങ്ങനെയുള്ളവരല്ല. പിന്നെയോ നമുക്ക് ഒരേ ഒരു മാസ്റ്റർ മാത്രമേ ഉണ്ടാകാവൂ, അത് യേശു ക്രിസ്തു ആയിരിക്കാം. മൂന്നാമതായിട്ട് ഞാൻ മുമ്പേ പറഞ്ഞല്ലോ, എ ഡൂലോസ് അല്ലെങ്കിൽ എ സെർവൻറ്റ്, എ ബോണ്ട് സെർവൻറ്റ് വിൽ ഹാവ് എ വിസിബിൾ മാർക്ക് ഓൺ ഹിം. എ വിസിബിൾ മാർക്ക് ഷുഡ് ബി ദെയർ. നമ്മളെ കണ്ടാ പറയണം, എന്താ പറയണ്ടേ? എന്താ പറയണ്ടേ? ഇവൻ ദൈവ പൈതലാണെന്ന് പറഞ്ഞു. ഇന്ന് നമുക്ക് ഈ കൺവെൻഷൻ സ്ഥലങ്ങളിലാണ് കൂടുതലും കാണുന്നത്. ഇവിടെ അങ്ങനൊന്നും ഇല്ലാത്തതിനാൽ ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. നിങ്ങളെ സൂചിപ്പിച്ചൊന്നും പറയുമല്ലോ, ഉള്ള കാര്യമാണ് പറയുന്നത് കേട്ടോ. ഈ ഗാർബേജ് ബാഗിൻ്റെ കെട്ടി വെക്കുന്ന പോലെ ഉച്ചിയിലൊരു കെട്ടും കെട്ടിയിട്ട് കുറേ പേര് വരും, വലിയൊരു ഗിറ്റാറൊക്കെ പിടിച്ച്, അല്ലേ? പിന്നെ വേറെ ചിലർ മുടി മുഴുവൻ ഇവിടെ വരെ വളർത്തി പിരിച്ച് പിന്നി ഇട്ടിട്ട് ഇവിടെ ഒരു കുത്ത്, ഇവിടെ ഒരു കുത്ത്, ഇവിടെ ഒരു കുത്ത്. അവന് കുത്തില്ലാത്ത സ്ഥലങ്ങളൊന്നുമില്ല. ദാറ്റ് ഈസ് എ വിസിബിൾ മാർക്ക്, ബട്ട് നോട്ട് ഓഫ് അവർ മാസ്റ്റർ. ഇറ്റ് ഈസ് എ വിസിബിൾ മാർക്ക് ഓഫ് സംബഡി എൽസ്. എനിക്ക് അടുത്തറിയാവുന്ന, രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് പരിശുദ്ധാത്മാഭിഷേകം പ്രാപിച്ചെന്ന് പറയുന്നു, എനിക്കറിയത്തില്ല കറക്റ്റായിട്ട്, എനിക്കറിയാവുന്ന ആളാണ്. ഇങ്ങനെയുള്ള ഒരു പയ്യൻ അങ്ങ് കാനഡയ്ക്ക് പോയി കഴിഞ്ഞിട്ട് തിരിച്ചു വന്നപ്പോൾ അവൻ്റെ കയ്യിൽ ഒരു ടാറ്റു. അതും ഒരു വിസിബിൾ മാർക്കല്ലേ? എന്തോ സാധാ ടാറ്റു ഒന്നുമല്ല, കുരിശാ വരച്ച് വെച്ചേക്കുന്നത്. ഞാൻ ക്രിസ്ത്യനാണെന്ന് കാണിക്കാൻ. ആ ഒരു കുരിശ് മുഖാന്തരം അവൻ്റെ ജീവിതത്തിൽ ഒരു കുരിശ് കയറി വന്നു. ഇന്നും അവൻ ആ കുരിശ് ചുമക്കുക. ചെറുപ്പക്കാർക്കൊക്കെ എൻ്റെ ഈ സബ്ജക്റ്റിൽ നിന്ന് ശകലം ഒരു മിനിറ്റ് ഞാനൊന്ന് മാറി ഒരു കാര്യം സംസാരിക്കാം. ഇന്ന് നമുക്കടെ ഒരു ട്രെൻഡായി തീർന്നിരിക്കുന്നു. പിള്ളേരെല്ലാം 10ാം ക്ലാസ് കഴിഞ്ഞാൽ പിന്നെ പഠിക്കുന്നത് എവിടെ? ഇന്ത്യ പഠിച്ചാലൊന്നും പഠിത്തം ശരിയാവത്തില്ല. എനിക്ക് നിങ്ങളെ ആരെപ്പറ്റി അറിയത്തില്ല, നിങ്ങളുടെ എത്ര മക്കൾ പോയിട്ടുണ്ടെന്നും അറിയത്തില്ല, എത്ര മക്കൾ വരുന്നെന്നും അറിയത്തില്ല. നിങ്ങളെപ്പറ്റി എനിക്കറിയാവുന്ന അനീഷ് പാസ്റ്ററുടെ മോൻ വിദേശത്താണെന്നറിയാം, ലിക്കോറിയ വിദേശത്ത്, വേറെ ഒറ്റ കുഞ്ഞുങ്ങളെ പറ്റി എനിക്കറിയത്തില്ല. അതുകൊണ്ട് ഞാനങ്ങ് പറയുക കേട്ടോ, അനീഷ് പാസ്റ്റർ ഡോണ്ട് മിസ്റ്റേക്കൺ. അപ്പോൾ എന്താ, ഈ പിള്ളേർക്കൊക്കെ 10ാം ക്ലാസ് കഴിഞ്ഞാൽ പിന്നെ പഠിത്തം എവിടെ വരുള്ളൂ? കാനഡയിൽ. എന്തിനാണ് ഇവർ യഥാർത്ഥത്തിൽ കാനഡയിൽ പോകുന്നതെന്നറിയാം? ഇന്ത്യയിൽ കിട്ടാത്ത എഡ്യൂക്കേഷന് വേണ്ടിയൊന്നും അല്ല പോകുന്നത്. ദേ ആർ ഫെഡ് അപ്പ് ഓഫ് അവർ ഡിസിപ്ലിൻ. നമ്മുടെ വീട്ടിലെ ഡിസിപ്ലിൻ കൊണ്ട് ഫെഡപ്പായിട്ട് പോവുക. അവർക്ക് എന്ത് വേണം? ഇച്ചിരി സ്വാതന്ത്ര്യം വേണം. അതിനുവേണ്ടി പോകുമ്പോഴാണ് പലരും ഇവിടെ ആണി മേടിച്ച് കുത്തിക്കയറ്റുന്നത്, പലരും ഇവിടെ കുത്തിക്കയറ്റുന്നത്, പലരും ടാറ്റു അടിക്കുന്നത്. കാരണം എന്താ? നൗ ഐ എം എ ഫ്രീ ബേർഡ്. ഞാൻ എന്താ ഇരിക്കുന്നത്? ഞാനിപ്പോൾ ഫ്രീ ആയിരിക്കുന്നു. ഇനി എനിക്കിഷ്ടമുള്ള പോലെ ജീവിക്കും. ഇന്നലെ വരെ അപ്പം പറയാൻ നോ, അമ്മ പറയുമായിരുന്നു ഡോണ്ട് ഡു ദാറ്റ്, ഡോണ്ട് സ്പീക്ക് ലൈക്ക് ദാറ്റ്, യു ഹാവ് ടു കം ഫോർ ദ ഫാമിലി പ്രയർ. ബട്ട് നൗ ഐ എം ഫ്രീ. എനിക്ക് എന്തോ വേണേലും വരച്ചു വെക്കാം, എന്തോ വേണേലും ചെയ്യാം, ഇല്ലേ? ഇങ്ങനെ പോയ ഒരുത്തൻ്റെ കാര്യമാണ് ഞാൻ പറയുന്നത്. അവനൊരു കുരിശ് വരച്ചോണ്ട് വന്നു, അത് നിമിത്തം അവൻ്റെ ജീവിതത്തിൽ ഒരു കുരിശ് കയറി വന്നു. ആ കുരിശ് ചുമന്ന് ഇന്നലെ പറയും, എൻ്റെ കർത്താവേ, എനിക്ക് എങ്ങനെ ഈ കുരിശ് എൻ്റെ തലയിൽ കയറിയെന്ന്. വരച്ചതെന്തുവാ? കുരിശ. പക്ഷേ തലേ കയറിയത് അതിനേക്കായി വലിയ കുരിശ. പ്രിയ ദൈവമക്കളെ, we should have a visible mark on us. A doulos should have a visible mark. ആ മാർക്ക് ആരെയാ? ആ മാസ്റ്ററിൻ്റെ ഡൂലോസ് ആണെന്ന് നാം എന്ന് തെളിയിക്കുന്നതായിരിക്കും. എൻ്റെ മാസ്റ്റർ ഇങ്ങനെയുള്ളവനാണ്, അവൻ്റെ മാർക്കാണ്. നമ്മൾ വെളിപ്പാട് പുസ്തകത്തിൽ ഇങ്ങനെ ഒരു 144,000 പേരെ തെരഞ്ഞെടുത്തു മാറ്റും. അവരൊക്കെ എങ്ങനെയുള്ളവരാ? ദേ ആർ സീൽഡ്. അവർക്കൊരു സീലുണ്ട്, അവരുടെ നെറ്റിമേൽ ഒരു സീലുണ്ട്. ആ സീൽ എന്തോത്തിൻ്റെയാണെന്നറിയാമോ? അവരുടെ യജമാനനെ കാണിക്കുന്ന സീൽ. നമ്മളൊക്കെ പരിശുദ്ധാത്മാവിനാൽ മുദ്രയിടപ്പെട്ടവരാണ്. ഇവിടെ ഇരിക്കുന്നവരെല്ലാവരും അങ്ങനെയാണെന്നാണ് ഞാൻ അറിയുന്നത്.
അവൻ നമ്മുടെ മേലുള്ള ആ സീല് കാണുമ്പോൾ പറയണം, ഇവൻ കർത്താവിനുള്ളവൻ, ഇവൻ്റെ മാസ്റ്റർ കർത്താവ്. ഈസ് എ ബോണ്ട് സ്ലേവ്, ബോണ്ട് സെർവൻറ്റ് ഓഫ് ക്രൈസ്റ്റ്. ഈ കർത്താവിൻ്റെ ബോണ്ട് സെർവൻ്റ് ആണെന്ന് പറയണം. ഇനി നാലാമത്തെ കാര്യം നാം ചിന്തിക്കുമ്പോൾ, ഡൂലോസ് ഡസൻറ്റ് ഹാവ് ഹിസ് ഓൺ ഐഡൻറ്റിറ്റി. നമുക്കൊക്കെ എന്തുണ്ട്? ഐഡൻറ്റിറ്റി ഇല്ലേ? നമ്മുടെ പോക്കറ്റിലൊരു കാർഡ്, എൻ്റെ പേഴ്സിനകത്തുണ്ട് കാർഡ്, എൻ്റെ ഐഡൻറ്റിറ്റി കാർഡുണ്ട് ഇല്ലേ? ഞാൻ ആരാ, ഞാൻ എന്തോരെ പഠിച്ചിട്ടുണ്ട്, ഞാൻ ഏത് തസ്തികയിലാണ് ജോലി ചെയ്യുന്നത്, എൻ്റെ അപ്പൻ്റെ പേരെന്താ, എത്ര വയസ്സുണ്ട്, എന്നാ ജനിച്ചത്, ഇതൊക്കെ അറിയണമെങ്കിൽ എന്ത് ചെയ്യണം? ഇതെടുത്ത് കാണിച്ചാൽ മതി ഇല്ലേ? ഇത് കണ്ടു കഴിഞ്ഞാൽ പറയും, ഓ ഇറ്റ്സ് ഓക്കെ, ഗുഡ്, ഹി സ്പീക്സ് 5 ലാംഗ്വേജസ്, 5 ഭാഷ സംസാരിക്കുന്നവനാ, ഡിഗ്രി ഫസ്റ്റ് ക്ലാസ്സിൽ പാസ്സായവനാ, ഇതൊക്കെ പറയും. പക്ഷേ ഒരു ബോണ്ട് സെർവൻറ്റിന് എന്തില്ല? അവൻ്റെ ഐഡൻറ്റിറ്റി ഇല്ല. നമുക്കൊക്കെ ഇല്ലേ? വി ആർ നോട്ട് സപ്പോസ് ടു ഹാവ് ദാറ്റ് ഐഡൻറ്റിറ്റി. എന്ന് പറഞ്ഞാൽ ഐഡൻറ്റിറ്റി കാർഡ് വെക്കണ്ടെന്നല്ല. ആത്മീകമായി പറയുകയാണെങ്കിൽ, നാം കർത്താവിൻ്റെ ബോണ്ട് സെർവൻ്റായി തീർന്നാൽ, ആദ്യത്തെ പടി കർത്താവിൽ വിശ്വസിക്കുന്നു, രണ്ടാമത് പാപ മനുഷ്യൻ മരിക്കുന്നു, ആ മരിച്ച മനുഷ്യനെ എന്ത് ചെയ്യുന്നു? കർത്താവിനോടുകൂടെ. നിങ്ങളിതൊന്നും അറിയാത്തവരാണ്, ഷാജി പാസ്റ്റർ എപ്പോഴും പറയുന്നതല്ലേ, അടക്കുന്നു, പിന്നെ എഴുന്നേറ്റ് വരുന്ന ആരാ? ഒരു പുതിയ മനുഷ്യൻ. എങ്ങനെയുള്ളതാ? എങ്ങനെയുള്ള മനുഷ്യനാ? പാപരഹിതനായ കർത്താവിനെ പോലെ. ദ ഐഡൻറ്റിറ്റി ഓഫ് ദ മാസ്റ്റർ ബിക്കംസ് ദ ഐഡൻറ്റിറ്റി ഓഫ് ദ സെർവൻറ്റ് അല്ലേ? ഈ സെർവൻറ്റിനെ പറ്റി പറയുന്നുണ്ടേ, എന്താ പറയുന്നത്? ഡു യു നോ ഹു ഈസ് ദിസ്? ദിസ് പേഴ്സൺ ഈസ് ദാറ്റ് മാസ്റ്റർ സെർവൻറ്റ്. ആ മാസ്റ്ററിൻ്റെ സെർവൻ്റാണ് ഇദ്ദേഹം. അതാണ് ഐഡൻറ്റിറ്റി. അതാണ് ഐഡൻറ്റിറ്റി. നാം ആരുടെയാ ഇപ്പം? കർത്താവിൻ്റെ ചൂടടയാളം നമ്മുടെ ജീവിതത്തിൽ ഇരിക്കുന്നു. പൗലോസ് അപ്പോസ്തലൻ പറയുന്നത്, ഈ ചങ്ങല എൻ്റെ സെർവൻഷിപ്പിൻ്റെ അടയാളമാണ്, എൻ്റെ അപ്പോസ്തോലികത്തിൻ്റെ അടയാളമാണ്. ഞാൻ അപ്പോസ്തോലനാണ്, കർത്താവിൻ്റെ അപ്പോസ്തോലകനാണെന്ന് കാണിക്കുന്നത് ഈ ചങ്ങലയാണ്. എന്നെയും നിങ്ങളെയും വിളിച്ചിരിക്കുന്നത് കർത്താവിൻ്റെ സെർവൻ്റ് ആയിരിക്കാനാ, ബോണ്ട് സെർവൻ്റ് ആയിരിക്കാനാ. അതിനായിട്ടാണ് എന്നെ വിളിച്ചിരിക്കുന്നത്. നിങ്ങളെയും അങ്ങനെ വിളിച്ചിരിക്കാൻ ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഇതായിരിക്കണം നമ്മുടെ ഐഡൻറ്റിറ്റി. വി ഷുഡ് നോട്ട് ഹാവ് എ സ്പെഷ്യൽ ഐഡൻറ്റിറ്റി, അവർ ഓൺ ഐഡൻറ്റിറ്റി. റാദർ അവർ ഐഡൻറ്റിറ്റി ഷുഡ് ബി ക്രൈസ്റ്റ് ഐഡൻറ്റിറ്റി. ആമേൻ. ഒരു വിശ്വാസിയെ പറ്റി പറയുന്നത് എന്താ? അവൻ എന്ത് ചെയ്യണം? ഞാൻ മത്തായിയുടെ സുവിശേഷം എന്ന് പറഞ്ഞു, നാം ദിനംപ്രതി വളർന്നുകൊണ്ടേയിരിക്കണം. വാട്ട് ഈസ് അവർ ഗോൾ? വാട്ട് ഈസ് അവർ എയിം? എന്താണ് നമ്മുടെ എയിം? ക്രിസ്തുവാകുന്ന തലയോളം വളരണം. That is our finishing point. Not beyond that, not below that, but up to the level of Christ. കർത്താവിൻ്റെ ലെവലോട് വളരുക, ആത്മീയമായി വളരണം. അതിനായിട്ടാണ് നമ്മളെയൊക്കെ വിളിച്ചിരിക്കുന്നത്. വലിയ കൺവെൻഷൻ പ്രസംഗം കേട്ടിട്ട് കൈയടിച്ചിട്ട് പോകാനായില്ല. അല്ലെങ്കിൽ സാറിന് ഇന്ന് കാണുന്ന ഒരു ട്രെൻഡാ, കം ടു അവർ ചർച്ച്, ഓൾ യുവർ പ്രോബ്ലം വിൽ ബി സോൾവ്. ഞങ്ങളുടെ ചർച്ചിലോട്ട് വന്നാൽ മതി, നിൻ്റെ എല്ലാ പ്രശ്നം. വേദവചനത്തിൽ എവിടെയെങ്കിലും അങ്ങനെ ഒരു വാക്യം ഉണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ ഇന്ന് ഈ പുസ്തകം താത്തു. അങ്ങനെ ഉണ്ടോ? കഷ്ടത മാറാൻ അല്ല നാം കർത്താവിനെ പിൻപറ്റുന്നത്. കഷ്ടത മാറും, അത് വേറെ കാര്യം. കർത്താവിനെ പിൻപറ്റുന്നവരുടെ കഷ്ടതയൊക്കെ മാറിയിട്ടുണ്ട്, മാറുകയും ചെയ്യും. പക്ഷെ കഷ്ടത മാറാനല്ല കർത്താവിനെ പിൻപറ്റണം. ഹല്ലേലൂയ. നാം കർത്താവിനെ പിൻപറ്റുമ്പോൾ നമ്മുടെ കഷ്ടതയൊക്കെ മാറും, നമ്മുടെ രോഗം മാറും. രോഗം മാറാനല്ല കർത്താവിനെ പിൻപറ്റേണ്ടത്. കർത്താവിനെ പിൻപറ്റുമ്പോൾ രോഗം മാറും. പല ചർച്ചുകളിലും ഇന്ന് കാണുന്ന എന്താ? നിനക്ക് കാറ് വേണോ? കർത്താവിനെ പിൻപറ്റ്.
കടം മാറണോ കർത്താവിനെ പിൻപറ്റ്, രോഗം മാറണോ കർത്താവ്. അങ്ങനെയല്ല കേട്ടോ, ദൈവവചനത്തിൽ അതൊന്നുമല്ല കാണുന്നേ. കർത്താവിനെ പിൻപറ്റിയ ദൈവഭക്തന്മാരൊക്കെ എങ്ങനെ മരിച്ചതെന്ന് നോക്കിക്കഴിഞ്ഞാൽ പൗലോസ് എങ്ങനെ മരിച്ചത്? ഈർച്ചവാളിനാൽ അറുക്കപ്പെട്ടു. റോമൻ കാരാഗ്രഹത്തിൽ അവൻ്റെ കഴുത്ത് കണ്ടിച്ചു കളഞ്ഞു. പത്രോസ് എങ്ങനെ മരിച്ചത്? തല കീഴായി ക്രൂശിക്കപ്പെട്ടു. യാക്കോബിനെ വാളുകൊണ്ട് കൊന്നു. യൂദയെ കൂന്തം കൊണ്ട് കുത്തിക്കൊന്നു. ഇവരൊക്കെ ഇന്നത്തെ ടേം അനുസരിച്ച് പറഞ്ഞ ആൾക്കാർ ശപിക്കപ്പെട്ടവനാ കേട്ടോ. കാരണം എങ്ങനെ മരണമായിരുന്നു ഇവരുടെയൊക്കെ. അങ്ങനെയല്ലേ നമ്മൾ പറയത്തുള്ളൂ. നമ്മുടെ ആരെങ്കിലും ഒരാൾ ബൈക്ക് ആക്സിഡൻറ്റ് മരിച്ചു, ഒന്നും കുണം പിടിച്ച കുടുംബത്തിൽ നിന്നൊന്നും അല്ല, ഒരു ആക്സിഡൻറ്റിലാണ് മരിച്ചേ എന്നല്ലേ പറയുന്നത്. പക്ഷേ ദൈവത്തെ പിൻപറ്റുന്നവരുടെ കഷ്ടത മാറത്തില്ലെന്ന് ഞാൻ പറയത്തില്ല. കഷ്ടത മാറാനായിട്ട് ആരും കർത്താവിനെ പിൻപറ്റേണ്ട ആവശ്യമില്ല. ഹല്ലേലൂയ. ഇനി അടുത്ത പോയിന്റ് നാം വായിക്കുമ്പോൾ, ഡൂലോസ് ഈസ് ദ പ്രോപ്പർട്ടി ഓഫ് ദ മാസ്റ്റർ എന്ന് പറഞ്ഞാൽ എന്താ? ഞാൻ പറഞ്ഞു സെർവൻ്റ് എന്ന് പറഞ്ഞാൽ എന്താ? ഹീ ഈസ് നോട്ട് കൺസിഡേർഡ് ആസ് എ പേഴ്സൺ. അവനെ ഒരു വ്യക്തിയായിട്ട് പോലും കണക്കാക്കുന്നില്ല. ഈസ് എ പ്രോപ്പർട്ടി. എനിക്ക് 10 സെർവൻ്റ് ഉണ്ടെന്ന് പറഞ്ഞാൽ എനിക്ക് 10 കാളയുണ്ടെന്ന് പറയുന്നത് പോലെ. പണ്ടത്തെ കാലത്ത് ഈ മൃഗങ്ങളായിരുന്നു ധനം. ഇന്നാണ് എല്ലാം ബിൽഡിങ്ങും ഇന്ന് അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ആയിരുന്നു. പണ്ടെങ്ങനെ എത്ര മൃഗങ്ങളുണ്ടോ? യോബിനെ പറ്റി പറയുന്നത് എന്താ? അവന് ആടുകളുണ്ടായിരുന്നു, കഴുതകളുണ്ടായിരുന്നു, ഒട്ടകങ്ങളുണ്ടായിരുന്നു. അതൊക്കെ എൻ്റെ ധനത്തെ കാണിക്കുന്നത്, സമ്പത്തിനെ കാണിക്കുന്നത്. എന്ന് പറയുന്നത് പോലെ 10 അടിമകളുണ്ടെന്ന് പറഞ്ഞാൽ വലിയ ധനവാനായ വ്യക്തിയാണ്. അപ്പോൾ ഹീ ബിക്കംസ് ദ പ്രോപ്പർട്ടി ഓഫ് ദ മാസ്റ്റർ. അവൻ എന്തായി തീരുന്നു? ഈ മാസ്റ്ററിൻ്റെ ധനമായി തീരും. നമ്മളെ നോക്കിക്കൊണ്ട് കർത്താവ് പറയുമോ എൻ്റെ സ്വത്ത് ദാ വരുന്നേ എന്ന് പറയുമോ? ഞാൻ മുമ്പ് ആദ്യമേ പറഞ്ഞു എന്ത് ചെയ്യണം? നിങ്ങൾ വീട്ടിൽ ചെന്ന് ഈ ചോദ്യം ഭാര്യയോട് ചോദിക്കണമെന്നല്ല, സ്വന്നതം ചോദിക്കണം. നീ കർത്താവിൻ്റെ സ്വത്താണോ എന്ന് ഭാര്യയോട് ചോദിക്കാനല്ല, പിള്ളേരോട് ചോദിക്കാനല്ല, ഞാൻ കർത്താവിൻ്റെ സ്വത്താണോ എന്ന് എന്നോട് ചോദിക്കണം. He becomes the property. A doulos becomes the property of the master. That is a mark of the servant. നാം കർത്താവിൻ്റെ സ്വത്തായി തീരണം. അതിനുവേണ്ടിയാണ് നമ്മെ വിളിച്ചിരിക്കുന്നത്. അതുകൊണ്ടാണ് പൗലോസ് അപ്പോസ്തലൻ പറയുന്നത്, ഞാൻ കർത്താവിനെ അറിഞ്ഞത് നിമിത്തം എന്ത് ചെയ്യുന്നു? ഈ ലോകത്തിൻ്റെ ധനത്തെ ചപ്പന്ന് ചവർന്ന് വേണ്ടി തള്ളിക്കളഞ്ഞിരിക്കുന്നു. ഇന്ന് നമ്മുടെ ഓട്ടം എന്തിനു വേണ്ടിയിട്ടാണ്? ഈ ലോകത്തിൻ്റെ ധനം സമ്പാദിക്കും. വേണ്ടാന്നൊന്നും ഞാൻ പറയത്തില്ല, ആവശ്യത്തിനൊക്കെ സമ്പാദിച്ചു. അനാവശ്യത്തിന് സമ്പാദിക്കാൻ പോകരുത്. ആവശ്യത്തിനൊക്കെ വേണം, അതിൽ കൂടുതലൊന്നും സമ്പാദിക്കാൻ പോകരുത്. കാരണം എന്താണെന്നറിയാമോ? ഇത് കളഞ്ഞിട്ട് ദൈവത്തെ പിൻപറ്റിയവരുടെ വചനമാണ് നാം പഠിക്കുന്നത്. അവരാണ് പറയുന്നത്, കർത്താവ് നിമിത്തം ഞാൻ ഈ ലോകത്തിൻ്റെ ധനത്തെ ചപ്പന്നും ചവറന്നും വേണ്ടി കളഞ്ഞിരിക്കും. പ്രിയ ദൈവമക്കളെ, നാം യഥാർത്ഥമായിട്ട് കർത്താവിൻ്റെ ഒരു ബോണ്ട് സെർവൻ്റ് ആകുവാൻ ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കും. ഞാൻ ഇന്ന് വരെ അതായി തീർന്നിട്ടുണ്ടോ? ഞാനൊരു ഡൂലോസായി തീർന്നിട്ടുണ്ടോ എന്ന് എന്നെ തന്നെ ശോധന ചെയ്യുവാൻ ദൈവം എനിക്ക് കൃപ നൽകുമാറാകട്ടെ. ഇനി അടുത്തതായിട്ട് നാം ചിന്തിക്കുമ്പോൾ, ഡൂലോസ് ബിക്കം ദ ഫാമിലി മെമ്പർ. ഒരു കുടുംബത്തിൻ്റെ അംഗമായി തീർന്നു. ഇന്നലെ വരെ എന്തായിരുന്നു? അവൻ ഫാമിലി മെമ്പർ അല്ല. അവൻ എന്ന് ഈ മാസ്റ്ററിനെ വിട്ട് ഞാൻ പോകത്തില്ല എന്ന് പറഞ്ഞോ, ഇനി എന്നും ഞാൻ എൻ്റെ ജീവിതാവസാനം വരെ നിന്നെ മാത്രമേ സേവിക്കുകയുള്ളൂ എന്ന് പറഞ്ഞോ, എന്ന് അവൻ മാസ്റ്ററിൻ്റെ ബോണ്ട് സെർവൻ്റ് ആയി തീർന്നോ, അന്ന് തൊട്ട് അവൻ്റെ സ്റ്റേറ്റസ് അല്പം ഉയരും. അവൻ എന്താണെന്നറിയാമോ? കുടുംബാംഗമായി തീരും. ഒരു ഉദാഹരണം നമുക്കറിയാം. ഉൽപ്പത്തി പുസ്തകം 24-ാം അധ്യായത്തിൽ വായിക്കുകയൊന്നും വേണ്ട, നമുക്കറിയാം. അവിടെ ഒരു വ്യക്തിയെ കാണുന്നു, അബ്രഹാമിൻ്റെ ബോണ്ട് സെർവൻ്റ് ആയിരിക്കുന്ന ആരാ? ബിലെയാം. എലയാസർ. അപ്പോൾ എലയാസറിനെ പറ്റി പറയുന്നത് അവൻ കുടുംബത്തിലെ അംഗമായിട്ട്. അതുകൊണ്ടാണ് അവൻ്റെ മാസ്റ്ററിൻ്റെ പ്രത്യേക ദൗത്യവുമായിട്ട് അവൻ കടന്നു പോകുന്നത്. ഈ ബോണ്ട് സെർവൻ്റ് ആയി കഴിഞ്ഞു കഴിഞ്ഞാൽ പ്രത്യേക ദൗത്യം ഏൽപ്പിക്കും.
സാധാ സർവൻറ്റിനെ ജോലി ഏൽപ്പിക്കും, ദൗത്യമല്ല, ജോലി ഏൽപ്പിക്കും, പോയി കിളക്കട, പോയി തൂക്കട, വിറക് കീറട, വെള്ളം കൊരട എന്നൊക്കെ പറയും. പക്ഷേ ബോണ്ട് സെർവൻ്റ് ആയി കഴിഞ്ഞു കഴിഞ്ഞാൽ കുടുംബാംഗമായി മാറുകയാണ്. കുടുംബാംഗമായി മാറിക്കഴിഞ്ഞാൽ എന്നറിയാമോ, അവന് കൊടുക്കുന്ന ദൗത്യം അതിന് വിലയേറിയ ദൗത്യമാണ്. തൻ്റെ മകൻ്റെ ബ്രൈഡിനെ തേടി പോകുവാനുള്ള ദൗത്യമാണ് എലയാസർക്ക് ലഭിച്ചത്. ഞാനും നിങ്ങളും കർത്താവിനാൽ വിളിക്കപ്പെട്ടു. നമ്മുടെ ദൗത്യം ബോണ്ട് സെർവൻ്റായി തീർന്നിരിക്കും. നമ്മുടെ ദൗത്യം എന്തുവാ? എന്താ നമ്മുടെ ദൗത്യം? കർത്താവിൻ്റെ മണവാട്ടികളെ തേടുവാൻ, മണവാട്ടിയെ തേടുവാൻ, അല്ലേ? നശിച്ചു പോകുന്നവരുടെ കൂട്ടത്തിൽ കടന്നു ചെന്നിട്ട് കർത്താവ് നിന്നെ സ്നേഹിക്കുന്നു, നിന്റെ മണവാളൻ സ്വർഗത്തിൽ ജീവിക്കുന്നു എന്ന് പറയുവാൻ. അതാണ് ദൗത്യം, ബോണ്ട് സെർവൻറ്റിൻ്റെ ദൗത്യം. പ്രിയ ദൈവമക്കളെ, ഞാനും നിങ്ങളും ഈ ദൗത്യത്തിൽ എത്രമാത്രം വിശ്വസ്തത കാണിച്ചിട്ടുണ്ട്? പണ്ടൊക്കെ പറയുമായിരുന്നു, എത്ര പേരെ കർത്താവിങ്കിലേക്ക് നയിച്ചിട്ടുണ്ടെന്ന് ചോദിക്കുമായിരുന്നു. പക്ഷേ ഇനി ഞാൻ തിരിച്ചൊരു ചോദ്യം ചോദിക്കാം. ഇതുവരെ ഒരൊറ്റ വ്യക്തിയോട് പോലും സുവിശേഷം പറയാത്തവരായിട്ട് ആരെങ്കിലും ഉണ്ടോ ഇവിടെ? ഞാൻ ഇന്ന് വരെ പറഞ്ഞിട്ടില്ല. സ്വയം പറഞ്ഞാൽ മതി. ഇവിടെ കയ്യും കാണണ്ട, ഒന്നും കാണാം. സ്വന്തമായിട്ട് ഈ ചോദ്യം ചോദിക്കണം, കർത്താവ് ഇന്ന് വരെ ഞാൻ ആരോട് സുവിശേഷം പറഞ്ഞിട്ടില്ല. ഇന്നതിനൊരവസാനമുണ്ടായി. ഇന്നൊരു ഫുൾ സ്റ്റോപ്പ് ഇടുക. ഒരു വ്യക്തിയോട്, ഒറ്റ വ്യക്തിയോട് സുവിശേഷം പറഞ്ഞ് അവനെ കർത്താവിങ്കിലേക്ക് ആനയിച്ചാൽ ഈ ഭൂമിയുടെ തെക്ക് തൊട്ട് വടക്ക് വരെ, കിഴക്ക് തൊട്ട് പടിഞ്ഞാറ് വരെയും സമ്പാദിക്കുന്നതിനേക്കാൾ ശ്രേഷ്ഠമാണ്. ഇനി അതെല്ലാം അങ്ങ് വിടും. പല ദൈവദാസന്മാർക്കും പറ്റുന്ന ഒരു കുഴപ്പം ഞാൻ പറഞ്ഞുതരാം. അവർ പോയിട്ട് മെഗാ കൺവെൻഷനൊക്കെ നടത്തും, വലിയ കൺവെൻഷനുകളൊക്കെ നടത്തും, ആയിരങ്ങളെ അവിടെ സുവിശേഷമൊക്കെ പറയും. പക്ഷെ അവർ നെഗ്ലക്റ്റ് ചെയ്യുന്ന ഒരു കൂട്ടരുണ്ട്. ആരാന്നറിയാമോ? വീട്ടിലെ പിള്ളേരെ നെഗ്ലക്റ്റ് ചെയ്യും. അവരെ സൺഡേ സ്കൂളിന് വിടത്തില്ല, ദൈവവചനം പറഞ്ഞു കൊടുക്കത്തില്ല, രക്ഷ എന്താണെന്ന് പറയത്തില്ല, ഇല്ലേ? ട്രിനിറ്റി എന്താണെന്ന് പറയത്തില്ല, യേശുക്രിസ്തു ആരാണെന്ന് പറയത്തില്ല, ഇതൊന്നും പറയത്തില്ല. അവരെ കളഞ്ഞിട്ട് ലോകത്തെ അങ്ങനെ ഒരിക്കലും ചെയ്യരുത്. ആദ്യം കർത്താവ് യേശുക്രിസ്തു എന്താ പറഞ്ഞെന്നറിയാം? എവിടെ ആദ്യം സുവിശേഷം പറയേണ്ടത്? എവിടെ? ആദ്യം യെരൂശലേമിൽ എന്ന് പറഞ്ഞാൽ എവിടാ? അവിടെ കുടുംബത്തിനകത്താണ് ആദ്യത്തെ സുവിശേഷ പ്രവർത്തനം. എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള, നിങ്ങളോട് പ്രസംഗിക്കുന്നതിനേക്കാൾ ഇഷ്ടമുള്ള ഒരു കാര്യം ഞാൻ പറയും. എനിക്കിഷ്ടം തന്നെ ഇത്. പക്ഷേ ഇതിനേക്കാട്ടിലും ഇഷ്ടമുള്ള, ഞാൻ വർഷങ്ങൾ ഒരു സൺഡേ സ്കൂൾ അധ്യാപകനായി, എനിക്ക് ഒരു കുറവുമില്ല അത് പറയുന്നതിന്. സൺഡേ സ്കൂൾ അധ്യാപകനായിരിക്കുവാൻ ദൈവം എനിക്ക് കൃപ തന്നു. മേ ബി വെൻ ഐ വാസ് 18 or 19 years old, 18 വയസ്സ് തൊട്ട് ദീർഘനാൾ, ഒരു കൊല്ലത്തിന് മുമ്പ് ഞാൻ പറഞ്ഞു, ഐ ആം ഗോയിങ് ടു റിട്ടയർ. ഞാൻ റിട്ടയർമെൻ്റ് എടുക്കുക. ഇനി ഞാൻ പിള്ളേരെ പഠിപ്പിക്കുന്നില്ല, ഇനി വലിയവരെ പഠിപ്പിക്കാൻ പോകുന്നു. അതുവരെ സൺഡേ സ്കൂൾ പഠിപ്പിക്കുമായിരുന്നു. അതിനുള്ള ഒരു ഗുണം എന്താണെന്നറിയാമോ? ഞാൻ മുമ്പേ പറഞ്ഞ പോലെ നിങ്ങൾ കേട്ടിട്ട് അങ്ങ് ഇറങ്ങിപ്പോവും, പിള്ളേർ കേട്ടിട്ട് ഹൃദയത്തിൽ സംഗ്രഹിക്കും. പിള്ളേർ ഹൃദയത്തിൽ സംഗ്രഹിക്കും. വലിയൊരു ശുശ്രൂഷയായി ഈ സൺഡേ സ്കൂൾ പഠിപ്പിക്കുന്നത്. പാസ്റ്റർ ചെയ്യുന്നത് ചെറുതാണെന്നല്ല, പാസ്റ്ററെ അതിനേക്കാളും അല്ലെങ്കിൽ അതിനോടൊപ്പം നിൽക്കുന്ന ഒരു ശുശ്രൂഷയാണ് സൺഡേ സ്കൂൾ കുഞ്ഞുങ്ങളെ പഠിപ്പിക്കുന്നത്. ബാലൻ നടക്കേണ്ടുന്ന വഴി അവനെ അഭ്യസിപ്പിക്കുക. വൃദ്ധനായാലും വിട്ടുമാറത്തില്ല. ചിലപ്പം നശിച്ച് അങ്ങേറ്റം പോവാൻ നേരമായിരിക്കും അവൻ 5ാം ക്ലാസ്സിൽ പഠിച്ച കർത്താവിനെ പറ്റി ചിന്തിക്കുന്ന അന്ന് അവൻ രക്ഷിക്കപ്പെടുവാനിടയായിത്തീരും. ചിലപ്പോൾ ഇന്ന് നമുക്കതിൻ്റെ വിസിബിൾ മാർക്കൊന്നും കാണണമെന്നില്ല. പക്ഷേ വർഷങ്ങൾ കഴിഞ്ഞിട്ട്, 50 കൊല്ലം കഴിഞ്ഞിട്ട്, 60 കൊല്ലം കഴിഞ്ഞിട്ട് അവൻ രക്ഷിക്കപ്പെടുവാനിടയായിത്തീരും. അതിൻ്റെ പ്രതിഫലം ആർക്കുള്ളതെന്നറിയാമോ? 5ാം ക്ലാസ്സിൽ അവനെ സൺഡേ സ്കൂൾ പഠിപ്പിച്ച ടീച്ചർക്കുള്ളതാണ്. ഹല്ലേലൂയ. ഞാൻ മുമ്പേ പറഞ്ഞതാ, എങ്കിൽ തന്നെ ഒരു പ്രാവശ്യം കൂടെ പറയുന്നു. സാധാരണ സെർവൻ്റ് അവൻ്റെ മാസ്റ്ററിനെ സേവിക്കുന്നത് എന്തിനു വേണ്ടിയിട്ടാണെന്ന്? വേജസിന് വേണ്ടിയിട്ടാണ്. അവൻ്റെ ഹൃദയത്തിൽ എപ്പോഴും ഒരു ചിന്തയുണ്ട്, യോവേൽ സംവത്സരം വരും.
യോവേൽ സംവത്സരം വരും. യോവേൽ സംവത്സരത്തിൻ്റെ പ്രത്യേകത എന്താണെന്ന് അറിയാമോ? അന്ന് ഈ അടിമയെ എന്ത് ചെയ്യണം? ഫ്രീ ആയിട്ട് വിടണം. അത് കാത്തുകൊണ്ട് അവൻ്റെ ശമ്പളം വാങ്ങിച്ച് ഹൃദയത്തിൽ കാഠിന്യത്തോടുകൂടി സന്തോഷമില്ലാതെ പലരും തൻ്റെ മാസ്റ്റർമാരെ സേവിക്കാറുണ്ട്. എന്നാൽ ഡൂലോസിൻ്റെ ജീവിതത്തിൽ അങ്ങനെയല്ല. അവൻ സ്വയം സമർപ്പിച്ചതാ, ഇനി മുതൽ എനിക്ക് ഒരു ഫ്രീഡം വേണ്ട, എനിക്ക് ഒരു സാലറി വേണ്ട, എൻ്റെ മാസ്റ്ററിനോടൊത്ത് ഞാൻ ജീവിക്കാൻ ആഗ്രഹിക്കുന്നു. എനിക്ക് യോവേൽ സംവത്സരത്തിലെ ഫ്രീഡം എനിക്ക് വേണ്ട, ഞാൻ എൻ്റെ മാസ്റ്ററിനോട് കൂടെ ചേർന്ന് ജീവിക്കാൻ ആഗ്രഹിക്കുന്നുവെന്ന് തീരുമാനമെടുക്കുന്നവനാണ് ബോണ്ട് സെർവൻറ്റ്, യഥാർത്ഥ ഡൂലോസ്. ഹല്ലേലൂയ. ബാക്കിയുള്ളവരൊക്കെ ശമ്പളം മേടിച്ച് വീട്ടിൽ പോകും. അല്ലെന്നുണ്ടെങ്കിൽ യോവേൽ സംവത്സരത്തിൽ അവൻ്റെ ഉടുപ്പ് കുടഞ്ഞിട്ട് പറയും, മതി മാസ്റ്ററെ, ഞാൻ ഇത്രത്തോളമൊക്കെ സേവിച്ച് അത് മതി, ഇനി ഞാൻ പോവാണെന്ന് പറഞ്ഞിട്ട് പോകും. എന്നാൽ ഒരു ഡൂലോസ്, ഒരു ബോണ്ട് സെർവൻ്റ് ഒരിക്കലും അങ്ങനെ ചെയ്യത്തില്ല. കാരണം എന്താ? അവൻ്റെ മാസ്റ്ററിൻ്റെ ചൂടടയാളം ദേഹത്ത് വഹിക്കുന്നവനാണ്. അവൻ്റെ മാസ്റ്ററിൻ്റെ കുടുംബത്തിൻ്റെ അംഗമാണ്. അവൻ്റെ മാസ്റ്റർ എവിടെ പോകുന്നു അവിടെ പോകാൻ താല്പര്യപ്പെടുന്നവനാണ്. അവൻ്റെ മാസ്റ്റർ എന്ത് പറയുന്നു അത് ചെയ്യുവാൻ താല്പര്യപ്പെടുന്ന. ഇനി അവൻ്റേതായ ഒരു ആഗ്രഹം അവനില്ല, അവൻ്റെ മാസ്റ്ററിൻ്റെ ആഗ്രഹമാണ് അവൻ്റെ ആഗ്രഹം. പ്രിയ ദൈവമക്കളെ, ഞാൻ എൻ്റെ വാക്കുകളെ അവസാനിപ്പിക്കുകയാണ്. നാം നമ്മുടെ ജീവിതത്തിൽ ആരായിട്ടാണ് ഇരിക്കുന്നത്? നമ്മുടെ ജീവിതത്തിൽ ഒരു സാധാ സെർവൻ്റ് ആയിട്ടാണോ? ഒരു സാധാ ക്രിസ്ത്യാനി ആയിട്ടാണോ? സൺഡേ വന്ന് ദൈവത്തെ ആരാധിച്ച് അന്യഭാഷ പറഞ്ഞ് ആരാധിച്ചിട്ട് മടങ്ങിപ്പോകുന്നവരാണോ? പിന്നെ അടുത്ത ആഴ്ച വരെ ഈ മാസ്റ്ററുമായിട്ടൊരു ബന്ധമില്ലാത്തവരാണോ? അതോ യഥാർത്ഥമായിട്ട് കർത്താവിൻ്റെ ബോണ്ട് സെർവൻ്റ് ആണോ? അവൻ്റെ ചൂടടയാളം നമ്മുടെ ജീവിതത്തിലുണ്ടോ? അവൻ്റെ ചെയിൻ നമ്മുടെ ജീവിതത്തിലുണ്ടോ? അവൻ്റെ വാക്കുകൾക്ക് നാം ചെവി കൊടുക്കാറുണ്ടോ? അതനുസരിക്കാറുണ്ടോ എന്ന് നമ്മളോട് തന്നെ ഇന്ന് ചോദിക്കേണ്ട ഒരു പകൽക്കാലമാണ്. നാം അതിനൊരു ഉത്തരം കണ്ടെത്തണം. എന്തെങ്കിലും കുറവ് സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ഇന്ന് മാനസാന്തരപ്പെടണം. ഞാൻ എൻ്റെ കർത്താവിൻ്റെ ബോണ്ട് സെർവൻ്റ് ആയിരിക്കാൻ ആഗ്രഹിക്കുന്നു എന്ന് കർത്താവിനോട് പ്രാർത്ഥിക്കാം. നമുക്ക് കണ്ണടയ്ക്കാൻ പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവേ, ഇത്രത്തോളം ഞാൻ നിന്നെ സേവിച്ചു. പലപ്പോഴും ഞാനൊരു സാധാ സെർവൻ്റായി തീർന്നിട്ടുണ്ട്. പലപ്പോഴും ഞാൻ നിന്റെ ഹിതം എന്താണെന്ന് മനസ്സിലാക്കുവാൻ ശ്രമിച്ചിട്ടില്ല കർത്താവേ. നിന്റെ ചൂടടയാളം എൻ്റെ ജീവിതത്തിൽ ഉണ്ടായിട്ടില്ല കർത്താവേ. ഞാനൊരു സാധാ സെർവൻ്റായിട്ട് എൻ്റെ അനുഗ്രഹങ്ങൾക്ക് വേണ്ടി ആഗ്രഹിച്ചു, അതിനുവേണ്ടി പ്രാർത്ഥിച്ചു, എൻ്റെ വിടുതലിന് വേണ്ടി പ്രാർത്ഥിച്ചു, എൻ്റെ രോഗസൗഖ്യത്തിന് വേണ്ടി പ്രാർത്ഥിച്ചു. അത് മാത്രമായിരുന്നു കർത്താവേ എൻ്റെ ആഗ്രഹം. എന്നാൽ ഇന്ന് ഞാൻ എൻ്റെ മാനസാന്തരത്തോടുകൂടി കർത്താവേ നിന്റെ സന്നിധിയിൽ കടന്നു വരും. ഒരു മാനസാന്തരത്തോടു കൂടി കടന്നു വരുന്നു കർത്താവേ. നിന്റെ ചൂടടയാളം എൻ്റെ ജീവിതത്തിൽ തരുവാൻ, ഞാനൊരു ഡൂലോസായി തീരുവാൻ ദൈവമേ എന്നെ സഹായിക്കണം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. അതിനായി എന്നെ ഒരുക്കുമാറാ, അതിനായി എന്നെ തന്നെ സറണ്ടർ ചെയ്യുന്നു കർത്താവേ. അതിനായി നിന്റെ വിസിബിൾ മാർക്ക് എനിക്ക് തരുമാറാകണം കർത്താവേ. നിന്റെ ഒരു കുടുംബത്തിനെ അംഗമാക്കി എന്നെ തീർക്കുമാറാകണം കർത്താവേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവം നമ്മെ ഈ വചനങ്ങളാൽ അനുഗ്രഹിക്കുമാറാകട്ടെ. ഇത്രത്തോളം സമയം അനുവദിച്ചു തന്ന സഭയ്ക്കും ദൈവദാസനും എൻ്റെ നന്ദി അറിയിച്ചുകൊണ്ട് എൻ്റെ വാക്കും തിരിക്കും. ദൈവം നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. പുത്രന്റെ സ്നേഹത്തിൽ ക്രൂശിന്മേൽ കാണുമ്പോൾ ശത്രുഭയം തീരുന്നു. എന്നെ മിത്രമാക്കിയിടുവാൻ കാണിച്ച നിൻ കൃപ എത്ര മനോഹരമേ. എന്നെ മിത്രമാക്കിയിടുവാൻ കാണിച്ച നിൻ കൃപ എത്ര മനോഹരമേ. ശത്രുവാമെന്നെ നിൻ പുത്രനാക്കിയിടുവാൻ പുത്രനെ തന്നല്ലോ നീ ദേവാ. എത്ര മഹാസ്നേഹം ഇത്തരയിലൊരു മർത്യനുമില്ല ദൃഢം ദേവാ. ഇത്ര മഹാസ്നേഹം ഇത്തരയിലൊരു മർത്യനുമില്ല ദൃഢം. നിജനരനാമി ഏഴയെ സ്നേഹിച്ച് നിജലോകത്തിൽ വന്നു യേശു. നിജമരണം മരിപ്പതിനായി തന്നെ നിജന്മാർക്കേൽപ്പിച്ചല്ലോ യേശു. നിജമരണം
ഏൽപ്പിച്ചല്ലോ. കൂട്ടം വേറുത്തു കുലവും വേറുതന്നെ കൂട്ടുകാരും വേറുത്തു. എന്നാൽ കൂട്ടായി തീർന്നെന്റെ സ്വർഗീയ സ്നേഹിതൻ കഷ്ടകാലത്തും വിടാ. എന്നാൽ കൂട്ടായി തീർന്നെന്റെ സ്വർഗ സ്നേഹിതൻ കഷ്ടകാലത്തും വിടാ. മാതാപിതാക്കന്മാരെന്നെ വെടിഞ്ഞാലും സന്താപമില്ലെനിക്കു. എന്റെ മാതാപിതാവേക്കാൾ അൻപൊതുങ്ങിയിടുന്നു യേശുവുണ്ട് എനിക്ക്. എന്റെ മാതാപിതാവേക്കാൾ അൻപൊതുങ്ങിയിടുന്നു യേശുവുണ്ട് എനിക്ക്. മുൻപിലും പിൻപിലും കാവലായി നിന്നു നീ മുൻപിൽ നടക്കണമേ. നിന്റെ ഇമ്പമുള്ള രാജ്യം വന്നു ചേരും വരെ അൻപോടു കാക്കണമേ. നിന്റെ ഇമ്പമുള്ള രാജ്യം വന്നു ചേരും വരെ അൻപോടു കാക്കണമേ. ഇത്തരയിലെന്നെ ഇത്രമേൽ സ്നേഹിപ്പാൻ എന്തുള്ളൂ ഞാനപ്പനേ. നിന്റെ ഉദ്ധാരണത്തെ ഞാൻ ഓർത്തു ദിനം പ്രതി സന്തോഷിക്കുന്നത്യന്തം. നിന്റെ ഉദ്ധാരണത്തെ ഞാൻ ഓർത്തു ദിനം പ്രതി സന്തോഷിക്കുന്നത് ഞാൻ. നീചനരനാമി ഏഴയെ സ്നേഹിച്ച് നീചലോകത്തിൽ വന്നു യേശു. നീചമരണം മരിപ്പതിനായി തന്നെ നീചന്മാർക്കേൽപ്പിച്ചല്ലോ യേശു. നീചമരണം മരിപ്പതിനായി തന്നെ നീചന്മാർക്കേൽപ്പിച്ചല്ലോ. മുൻപിലും പിൻപിലും കാവലായി നിന്നു നീ മുൻപിൽ നടക്കണമേ. നിന്റെ ഇമ്പമുള്ള രാജ്യം വന്നു ചേരും വരെ അൻപോടു കാക്കണമേ. നിന്റെ ഇമ്പമുള്ള രാജ്യം വന്നു ചേരും വരെ കൃപനാകുടെ സന്ദേഹേ. ഹല്ലേലൂയ, സ്തോത്രം. ഇന്ന് പകൽക്കാലം നാം കേട്ടതായ വചനത്തിന് മുൻപിൽ നമ്മെ തന്നെ സമർപ്പിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവ് നമ്മെ തൻ്റെ ദാസന്മാരായിട്ട്, തൻ്റെ അടിമകളായിട്ട്, തൻ്റെ ആയിരിക്കുമ്പോൾ തന്നെ നാം ദൈവത്തിൻ്റെ മക്കളാകുന്നു. ദൈവത്തിന് സ്തോത്രം. മക്കളാകൊണ്ട് നാം അവൻ്റെ സകല അവകാശത്തിൻ്റെയും ഓഹരിക്കാരാകുന്നു. ആ വലിയ പദവി നമുക്ക് നൽകിയിരിക്കുന്നതുകൊണ്ട് നമുക്ക് ദൈവത്തെ സ്തുതിക്കാം, നമുക്ക് ദൈവത്തിന് സ്തോത്രം ചെയ്യാം. നാം ദൈവത്തിൻ്റെ മക്കളാകുന്നു. അവൻ്റെ ദാസന്മാരായി പ്രവർത്തിപ്പാൻ, അവൻ്റെ ഹിതം നിവർത്തിപ്പാൻ നമ്മെ ഇവിടെ ഈ ലോകത്തിലാക്കിയിരിക്കുന്നു. ദൈവത്തിന് സ്തോത്രമാകയാൽ അവൻ്റെ ഹിതം പ്രവർത്തിച്ചുകൊണ്ട് അവന് വേണ്ടി നമുക്ക് ജീവിക്കാം. നമ്മുടെ ജീവിതം അവൻ എല്ലാ വിധത്തിലും പ്രസാദകരമായിരിക്കാൻ കർത്താവ് നമ്മെ സഹായിക്കട്ടെ. ഞങ്ങളുടെ നല്ലവരെയും വിശ്വസ്തനുമായ ദൈവമേ, സ്വർഗസ്ഥ പിതാവേ, ഈ വിലയേറിയ അവസരത്തിനായി ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു, നിന്നെ വാഴ്ത്തുന്നു. കർത്താവേ, ഇന്ന് പകൽക്കാലം നിന്നെ ആരാധിപ്പാൻ, നിന്നെ മഹത്വപ്പെടുത്തുവാൻ നീ ഞങ്ങൾക്ക് നൽകിയിരിക്കുന്ന നല്ല അവസരത്തിനായി ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നു, നിന്നെ വാഴ്ത്തുന്നു. കർത്താവേ, നിനക്ക് നന്ദിയോടെ സ്തോത്രം. ഇന്ന് പകൽക്കാലം ഞങ്ങളുടെ മധ്യേ നിന്റെ വചനം ശുശ്രൂഷിച്ച് നിന്റെ ദാസന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഞങ്ങൾക്ക് വേണ്ടി അനുഗ്രഹിക്കപ്പെട്ട ആലോചന പറഞ്ഞു തരുവാൻ തക്കവണ്ണം നിന്റെ ദാസനെ ഒരുക്കിയതിനാൽ സ്തോത്രം. ഞങ്ങൾ കേട്ടതായ വചനം ഞങ്ങളുടെ ജീവിതത്തിന് എല്ലാ വിധത്തിലും അനുഗ്രഹമായി തീരുവാൻ തക്കവണ്ണം അവിടുന്ന് പ്രവർത്തിക്കുക വേണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങൾ നിന്റെ ദാസന്മാരായിട്ട്, നിന്റെ അടിമകളായിട്ട്, നിന്നാൽ കർത്താവെ ബന്ധിക്കപ്പെട്ടവരായിട്ട് നിന്നോട് ചേർന്ന് ജീവിച്ച് നിന്റെ പൂർണ്ണ ഹിതം നിവർത്തിപ്പാൻ ഞങ്ങൾക്ക് കൃപ ചെയ്യണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളെ നിന്നിൽ
നിന്ന് വലിച്ചു കളവാൻ ശ്രമിക്കുന്നതായ മറ്റു പല ശക്തികൾ ചുറ്റുപാടുമുണ്ട് കർത്താവേ. അവയൊന്നും ഞങ്ങളെ തൊടാതെ വണ്ണം നീ ഞങ്ങൾക്ക് കാവലും പരിചയവുമായി ഉള്ളതിനാൽ ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു, നിന്നെ വാഴ്ത്തുന്നു. നീ ഞങ്ങളെ നിന്നോട് ചേർത്ത് ഇണക്കിയിരിക്കാൻ ഞങ്ങൾ നിന്നെ വാഴ്ത്തുന്നു കർത്താവേ. വചനം സംസാരിച്ച ദാസനെ കൂടുതലായി അനുഗ്രഹിച്ച് ശക്തിപ്പെടുത്തണമേ. ഞങ്ങളെ ഓരോരുത്തരെ അനുഗ്രഹിക്കണമേ. നിന്റെ വേലയ്ക്ക് വേണ്ടി കർത്താവെ മറ്റു സ്ഥലങ്ങളിൽ പോയിരിക്കുന്ന പാസ്റ്റർ ഷാജിയെയും കുടുംബത്തെയും ഞങ്ങൾ നിന്റെ കരങ്ങളിൽ വയ്ക്കുന്നു. അവരെയും അനുഗ്രഹത്തോടെ ഉപയോഗിക്കുകയും ഇന്ന് പകൽക്കാലം അവർ ശുശ്രൂഷിക്കുന്ന ഇടങ്ങളിലൊക്കെയും അനേകർ അനുഗ്രഹിക്കപ്പെടുവാൻ അവിടുന്ന് കൃപ ചെയ്യുകയും ചെയ്യണമേ. അവരുടെ മടക്കയാത്രയിലും തിരുമേനി കൂടെ ഇരിക്കുകയും സഹായിക്കുകയും സന്തോഷത്തോടെ ക്ഷേമത്തോടുകൂടെ എല്ലാവരും തക്ക സമയത്ത് കടന്നു വന്ന് കർത്താവെ ഞങ്ങൾക്ക് ഒരുമിച്ച് വീണ്ടും നിന്നെ സ്തുതിപ്പാനും മഹത്വപ്പെടുത്തുവാനും തിരുമേനി കൃപ ചെയ്യണമേ. ഞങ്ങളെ ഇപ്പോൾ അനുഗ്രഹത്തോടെ അയക്കണമേ. വീണ്ടും കടന്നു വരുവരെയും ഞങ്ങൾ ഓരോരുത്തരുമായിരിക്കുന്ന ഇടങ്ങളിൽ നിന്റെ ദൂതന്മാരുടെ കാവലിൽ അടിയങ്ങളെ പരിപാലിക്കുകയും സൂക്ഷിക്കുകയും ചെയ്യണമേ. നീ പ്രാർത്ഥന കേട്ടിരിക്കാൻ സ്തോത്രം, മറുപടി നൽകുവാൻ പ്രസാദിച്ചിരിക്കാൻ സ്തോത്രം. യേശു ക്രിസ്തുവിന്റെ വിലയേറിയ നാമത്തിൽ തന്നെ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും ആശ്വസിപ്പിക്കുന്ന പരിശുദ്ധാത്മാവിന്റെ ദിവ്യ സഹവാസവും കൂട്ടായ്മയും കാവലും നാം പ്രാർത്ഥിച്ച എല്ലാ വിഷയങ്ങളോടും ഇപ്പോൾ മുതൽ എപ്പോഴും ഇരിക്കുമാറാകട്ടെ. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു മുഖാന്തരം നമുക്ക് ജയം നൽകിയിരിക്കുന്ന ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ആമേൻ. കർത്താവായ യേശുവേ വേഗം വരണമേ. ആമേൻ, ആമേൻ.